20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ തിരുവെടുത്ത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. വേദപുസ്തകത്തിലെ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 150 സങ്കീർത്തനങ്ങളാണ്. ഇത് വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകമാകുന്ന മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളോട് അവൻ തരംതിരിച്ചു പഠിച്ചാൽ ഓരോ പുസ്തകവും ഓരോ ഇതിനോട് യോജിച്ച് നിൽക്കുക. സങ്കീർത്തനം 150 തന്നെ 5 പുസ്തകങ്ങളായിട്ടാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. അങ്ങനെ അത് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനത്തിലെ 1-ാം സങ്കീർത്തനം മുതൽ 41-ാമത്തെ സങ്കീർത്തനം വരെ 1-ാം പുസ്തകമാണ്. ആ 41-ന്റെ തൊട്ട് താഴെ ഒന്ന് വായിച്ചേ. 41-ാം സങ്കീർത്തനം തീർന്നു കഴിയുമ്പോൾ അടുത്തത് എന്തുവാ എഴുതിയേക്കുന്നത്? എന്നാ വായിക്കാനൊരു 2-ാം പുസ്തകം. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത് 2-ാം പുസ്തകം. 42 മുതൽ 72 വരെ 2-ാം പുസ്തകമാണ്. അപ്പം 72 കഴിയുമ്പോൾ അടുത്ത 3-ാം പുസ്തകമാണ്. 73 വരെ 3 മുതൽ 89 വരെ അടുത്ത ഭാഗമാണ്. അപ്പോൾ 90-ന്റെ മേളിൽ 89-ന്റെ താഴെ വായിച്ചു 4-ാമത്തെ പുസ്തകമാണ്. ഇനി 90 മുതൽ 106 വരെയാണ് 4-ാം പുസ്തകം. വായിച്ചേ 5-ാം പുസ്തകം. അപ്പോൾ 107 മുതൽ 150 വരെ 5-ാമത്തെ പുസ്തകമാണ്. ഇങ്ങനെ 5 പുസ്തകം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഈ പുസ്തകവുമായിട്ട് വളരെ യോജിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, പക്ഷെ ആരും തീർത്ത് പറയാറില്ല. ചിലര് ഇപ്പോൾ പുതിയ ഉപദേശക്കാർ പറയുന്ന സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന വട്ടന്മാർ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. സങ്കീർത്തനം ഒന്നും വായിക്കരുത്, സങ്കീർത്തനം പ്രസംഗിക്കരുത്. ഇത് മേടിച്ചിപ്പോൾ ഉപദേശിമാർ ചിലര് സഭായുഗത്തിന് സങ്കീർത്തനം പോലും വായിക്കുന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഒത്താ വായിക്കാനില്ലെങ്കിൽ. അപ്പോൾ ഇത് ഇപ്പോൾ അങ്ങനെ വായിക്കാറില്ല മിക്ക ഇടങ്ങളിലും. ഇവര് മറ്റ് രാജ്യത്തും മറ്റ് സ്ഥലങ്ങളിലും ഇന്ത്യയുടെ ചില ഇടങ്ങൾ വിശേഷിച്ച് ബാംഗ്ലൂർ സൈഡ്, കൊട്ടാരക്കര, കോഴിക്കോട്, കോടിമത ഈ സൈഡിലൊക്കെ പോയി വെച്ചാൽ പുനലൂർ സൈഡിൽ നിന്നൊക്കെ വരുമ്പോഴാണ് പറയുന്നത് ഇത് വായിക്കരുതെന്ന്. ഏതാ നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയാനും മേല, വായിക്കരുതെന്ന്. നമ്മളവരെ ഒന്നും പറയണ്ട, നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. പുതിയ ഇറക്കുമതിയാവും ഓരോന്ന്. ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. നിങ്ങൾക്കറിയാം, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവനന്തപുരം പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു. തൻ്റെ ശിഷ്യവൃന്ദങ്ങൾക്കെല്ലാം ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മറിയയ്ക്ക, പക്ഷേ കൊരിന്ത്യ ലേഖനത്തിൽ മറിയയുടെ പേര് പറയുന്നില്ല. വേറൊരു വിഷയം സ്ഥാപിക്കേണ്ടത് കൊണ്ട് കേഭാവെന്നാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം കേഭാവിന് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ തുടരെ എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു. 500-ലധികം പേർക്ക് ഒരുമിച്ചും പ്രത്യക്ഷനായി. അതിൻ്റെ ഒടുവിൽ പൗലോസ് പറഞ്ഞു, ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടെന്ന്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട വേളയിൽ 2 പേര് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുകയാണ്. ലൂക്കോസിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ യേശു ക്രിസ്തു അവരോട് കൂടെ നടന്നു. ഒരാളുടെ പേരുണ്ട് ക്ലയോപ്പാവ്. 2 പേരും പോകാം. പിന്മാറ്റത്തിലോട്ടാണെങ്കിലും ഈ കാര്യമൊക്കെ പറഞ്ഞാണ് പോകുന്നത്. യേശു കൂടെ നടന്നു. മനസ്സിലാകുന്നില്ല. കൊടുക്കുന്നൊരു പേരുണ്ട് പരദേശിയായിട്ട്, നിനക്കിതൊന്നും. അങ്ങനെ പല പ്രയോഗങ്ങളുണ്ട്. ഒരിക്കൽ ശിഷ്യന്മാർ പറഞ്ഞു ഭൂതം വരുന്നെന്ന് പറഞ്ഞു. ഒരുത്തനെടുത്ത് ചാടുകയും ചെയ്തു. ഇപ്പം യേശു ഏതാ ഭൂതം ഏതാന്നൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ കർത്താവ് താനും കൂടെ നടന്ന് തിരുവെടുത്തുകൾ അവർക്ക് തെളിയിച്ചു കൊടുത്തു. അപ്പോൾ തിരുവെടുത്ത് തെളിയിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഇങ്ങനെ എഴുതിക്കണേ, സങ്കീർത്തനത്തിൽ തന്നെ പറ്റി എഴുതിയത് തെളിയിച്ചെന്നാ. ആ വാക്യം ഒന്ന് വായിച്ചേ. 44. പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. അടുത്തത് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതി. യേശു നേരിട്ട് പറഞ്ഞത് ആ സങ്കീർത്തനത്തിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന്. അന്നേരമായി വട്ടുപിടിച്ചവന്മാർ പറഞ്ഞു ഇതൊന്നും വായിക്കരുന്ന്, അല്ലാതെ വെളിവുണ്ടാകാൻ പ്രാർത്ഥിക്കാം. യേശു നേരിട്ട് പറയാ എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന്. എവിടെ? സങ്കീർത്തനത്തിൽ. എന്നാലും പറയാം വായിക്കരുത്, പ്രസംഗിക്കരുത്. യേശുക്രിസ്തുവിനേക്കാളും ആള് കളിക്കണ്ട.
ഗുരുവിന് മീതെ വേണ്ട. സ്തോത്രം. അവിടുത്തെ പറ്റി ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. 2-ാം സങ്കീർത്തനം 12 മനപ്പാഠമാണല്ലോ. അവൻ കോപിച്ചിട്ട് വടിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രൻ 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 യേശുക്രിസ്തുവിനെ പറ്റിയാ. തിരുമേശയുടെ സമയത്തൊക്കെ സന്ദർഭോചിതമായിട്ട് വായിക്കും. 22:11 മുതൽ അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ കുറിക്കുന്ന തിരുവെടുത്തുകൾ പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ അവിടുത്തെ പങ്കപ്പാടുകളും വ്യതകളും കഷ്ടാനുഭവങ്ങൾ കണ്ടേച്ച് പാടിയതാ. കഷ്ടപ്പെടുത്തിരിക്കാൻ എന്നെ വിട്ട് അകന്നിരിക്കരുതേ, സഹായിപ്പാൻ എനിക്ക് മറ്റാരുമില്ല. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ഭാഷാൻ കൂറ്റന്മാർ ബുഭുക്ഷയോടെ സിംഹം പോലെ എൻ്റെ നേരെ വായ്പിളക്കുന്നു, വെള്ളം പോലെ തൂക്കി. അറിയാമല്ലോ വാക്യങ്ങളല്ല, നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയാണ്. 110-ാം സങ്കീർത്തനം എടുത്തേ. സ്തോത്രം. കർത്താവിനെ പറ്റിയാ. ചില സങ്കീർത്തനം മുഴുവനും മിശികാ സങ്കീർത്തനങ്ങളാ. അപ്പൊ സങ്കീർത്തനങ്ങളിലെല്ലാം നമ്മുടെ കർത്താവിനെ പറ്റി എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനം വായിക്കുന്നത് കൊണ്ടോ പ്രസംഗിക്കുന്നത് കൊണ്ടോ ധ്യാനിക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പവുമില്ല. സങ്കീർത്തനം വായിക്കരുത്, പ്രസംഗിക്കരുത്, പഠിപ്പിക്കരുതെന്ന് ഏതേലും ഒരുത്തം പറഞ്ഞാൽ അവന് ഭൂതമാണ്, അവൻ ദുരുപദേശക്കാരാ, അവനെ ആ പ്രാർത്ഥിക്കാൻ പോലും പൊന്നച്ചായ അവസരം കൊടുക്കരുത്. നമ്മൾ അവനെ വിളിച്ച് ആ ക്രൂസൈഡ് വെക്കാനിരിക്കുന്നത്. എന്തോ ചെയ്യാൻ, ഇതെല്ലാം ഒരു പരുവത്തിലായി കിടക്കുക. ദൈവത്തിന് മഹത്വം. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതെ, ധാരാളം കാര്യം അവിടെ നിന്ന് പറയണം. ഒരു തെളിവൂടെ തരാം ഇതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയായി പറയാനേ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു, ശിഷ്യവൃന്ദങ്ങൾക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ ഇവരെ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായവും. അന്ത്യകൽപ്പന എല്ലാം കൊടുത്ത് അവർ നോക്കി നിൽക്കുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോവുക. അല്ലാതെ ആരോടും ഒന്നും പറയാതെ ഉണ്ടയിട്ട് പോയതല്ല. എല്ലാ കാര്യവും പറഞ്ഞു വെച്ചാൽ അവർ നോക്കി നിൽക്കുമ്പം, അല്ല നിങ്ങളെല്ലാം കണ്ണടച്ചോ കണ്ടേ മാത്തെന്നും പറഞ്ഞ് പോയതല്ല. അവർ നോക്കി നിൽക്കുക. അങ്ങനെയൊക്കെ പോയ ആൾക്കാരുണ്ട്, ഒന്നും പറയാതെ പോയ ആൾക്കാരുമുണ്ട്. പിന്നെ അനുയായികളെന്ന് പറയാ പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ തന്നു. അപ്പം എന്തായാലും യേശുക്രിസ്തു അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവർ നോക്കി നിൽക്കുമ്പോൾ മുകളിലോട്ട് പോവുക. ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക, കണ്ണ് വെട്ടിക്കാതെ, ഇമ പോലും വെട്ടാതെ നിൽക്കുക. ഒരു മേഘം വന്ന് മൂടി മറച്ചു. അപ്പോൾ അവിടുന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ടൊന്നും പോകരുത്. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കും, കാര്യസ്ഥം വരും. അപ്പോൾ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. അങ്ങനെ അവരെ എല്ലാവരും കൂടെ പുറപ്പെട്ട് ഈ മാളിക മുറി വന്ന് കൂടിയത് ആരൊക്കെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 12-ാം വാക്യം മുതൽ വായിച്ചു, 1-12 മുതൽ വായിരെ. അപ്പോസ്തല പ്രവൃത്തി. അവർ യെരൂശലേമിന് സമീപത്ത് ആയിക്കോട്ടെ, അവനും ആയിക്കോട്ടെ. ഇപ്പൊ ഒരാൾ വായിച്ചു തരുന്നുണ്ടല്ലോ, വലിയ ഉപകാരം. ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയാസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി. ഇവരുടെ എല്ലാ പേരുകൾ അവിടെ രേഖപ്പെടുത്തി. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഒരു മാളിക മുറിയിൽ ഇരിക്കുക. കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക, യെരൂശലേം വിട്ടു പോകാതെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പത്രോച്ചൻ പറഞ്ഞു, പിന്നെ നമ്മുടെ കർത്താവ് 12 പേരെയാ തിരഞ്ഞെടുത്തത് അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക്. പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും ഇവരെ എല്ലാം തിരഞ്ഞെടുത്തു, യോഹന്നാനെയൊക്കെ. പക്ഷെ എന്തോ ചെയ്യാനാ, ഒരുത്തന് നാശപുത്രനായിപ്പോയി. അവന് നമ്മുടെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അവിടെ ഒരു പദമുണ്ട്, അനീതിയുടെ കൂലി. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്, ഒന്ന് വായിച്ചേ. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. ഇവനെ ഈ ശുശ്രൂഷയൊക്കെ ചെയ്തവനാ, കൂടെ നടന്നവനാ. യോഹന്നാൻ 12 വായിക്കുന്നത് പണസഞ്ചി അവന്റെ മക്കളാ. പിന്നെ അടുത്ത പദം ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. ഇവിടെ പണസഞ്ചിക്കാരങ്ങാനും എൻ്റെ ഒങ്ങായിക്ക് പിടിച്ച സ്തോത്രം. അതുകൊണ്ട് അത്രയും മതി. അപ്പോൾ ഇങ്ങനെ ഇവനെ അത് ഈ ഇട്ടതൊക്കെ അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവൻ ഈ വിക്രിയകളെല്ലാം കാണിച്ച് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. പന്തിരുവനിലൊരു തന്നെ യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവനിലൊരു തന്നെ യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവനെ കാണിച്ചു കൊടുത്തു, ഒറ്റിക്കൊടുത്തു. അനീതിയുടെ കൂലിയായി ഇവൻ മേടിച്ചത്. ആ വാക്യം വായിച്ചേ ദൈവദാസി. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു, തലകീഴായി വീണ്. അപ്പം ഈ കൂലി കിട്ടിയിട്ട് ഗുണം വന്നില്ല, നിലം മേടിച്ചിട്ട് ഗുണം വന്നില്ല, ചാകാൻ നോക്കിയിട്ട് അത് ഒത്തില്ല. എന്തൊരു ഗതികേടാന്ന് ഓർത്തോണം. കൂലി ഒതകയില്ല, നിലം ഒതകയില്ല,
എന്നാ ചൊവ്വനെ ജാകാൻ നോക്കിയപ്പം കുടലും തുറിച്ചു പോയി. എന്താ ഇതിന്റെ പാഠം? നീതിക്ക് നിരക്കാത്ത, ന്യായത്തിന് നിരക്കാത്ത എന്തേലും നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്കും തതയുക. അന്നേരം കിടന്ന് കാലും കൈവിട്ട് അടിച്ചിട്ടൊന്നും ഭാഷയെ പ്രാർത്ഥിക്കണം, ചൊല്ലി അടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, കെട്ടുപൊട്ടിക്കുന്ന ആരെങ്കിലും കേൾക്കുകയല്ല. നമ്മുടെ കൈ വെടിപ്പുള്ള കൈ ആയിരിക്കണം. ദൈവസന്നിധി ഈ കൈ വളർത്തുമ്പോൾ ഇതിനകത്ത് അകൃത്യമൊന്നും കാണരുത്. അവിടെ നമുക്ക് ആ ഭാഗം വിട്ടു. അപ്പം ഇവൻ ഇങ്ങനെ പോയി. അപ്പം പത്രോസ് പറഞ്ഞു, അവൻ പോയല്ലോ, അവനെ പറ്റി എഴുതിയിരിക്കുന്നത് അവൻ പ്രത്യേക സ്ഥലത്തേക്ക് പോയെന്നാ. അങ്ങനെ ഒരു പദമുണ്ട്, വായിച്ചേ. സങ്കീർത്തന പുസ്തകം അല്ലല്ല, അവൻ പ്രത്യേക സ്ഥലത്ത് പോയെന്ന്. എത്ര വാക്യ? 15 അല്ലല്ല, അവിടെ ഒരു പ്രത്യേക അവന്റെ വാസസ്ഥലം എന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനെ ഉണ്ട്. അല്ല, അതല്ല. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം അല്ലെന്ന് ഞാൻ ഇന്നലെ വായിച്ചല്ലേ. 20 വായിച്ചേ. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന്. അതാ അവൻ പ്രത്യേക സ്ഥലത്താ പോയത്. ഒന്നുകൂടെ വാക്യം വായിച്ചേ ദൈവദാസി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് അവൻ പ്രത്യേക സ്ഥലം. എല്ലാരും പോയിട്ടല്ല. ഇവനെ പറ്റി വേറെ പഠിതാക്കൾ ചെല്ലപ്പെടുന്നത് ഇവൻ ദാൻ ഗോത്രക്കാരനാണ്. ദാൻ ഗോത്രവാന്ന എന്ത് വരാണ്ട് പേരുടെ കണ്ടില്ലയോ ഇതുവരെ? 24. അപ്പൊ ഇവന് പ്രത്യേക സ്ഥലത്തേക്ക് പോയി. ഇവൻ ദാൻ ഗോത്രക്കാരനാണ്. ഇസ്കറിയോത്ത യൂദ. ഉൽപ്പത്തി 49 ഉണ്ട്. ആവർത്തനം 33 ചേർത്ത് പഠിച്ചാൽ ദാൻ വഴിയിലൊരു പാമ്പാ. അവൻ ആ പാമ്പിന്റെ സ്വഭാവം കാണിച്ചു. ഇവ പ്രത്യേക സ്ഥലത്ത് പോയെന്നാ. അവിടെ നമുക്ക് നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് അത് വിട്ടേക്കാം. ഇനിയും വരാനിരിക്കുന്നവരും അവിടുന്ന് വരുമെന്നൊക്കെ ഒരു പഠിപ്പീരുണ്ട്. അത് നാളെ വരുന്ന പുള്ളി പറയും. നമ്മളെന്തിനാ പടരാൾ പറഞ്ഞ പോലെ വയ്യാത്ത പട്ടി കയ്യാല കയറുന്നെന്ന് പറഞ്ഞ പോലെ അതൊക്കെ അതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ളവർ പറയട്ടെ. അപ്പം എന്തായാലും അവന് ഒഴിഞ്ഞു പോയി. ഇപ്പം അവനില്ല, അവൻ്റെ കസേര ഒഴിഞ്ഞു കിടക്കുക. അതുകൊണ്ട് നമുക്ക് അവന് പകരം ഒരു തന്നെ തിരഞ്ഞെടുക്കണം. ഇന്നത്തെ തിരഞ്ഞെടുപ്പ് പോലൊന്നും അല്ല കേട്ടോ. ഫോട്ടോയും എല്ലാം വെച്ച് കാശുമൊക്കെ കൊടുത്ത്, വണ്ടിക്കകത്തും കാശ് കൊടുത്ത്, പിന്നെ രഹസ്യമായിട്ടും കൊണ്ട് കാശ് കൊടുത്ത്, പിന്നെ ഫോൺ വിളിച്ചും കാശ് കൊടുത്ത്. ജോർജ് കുട്ടി മറക്കരുത്. അപ്പം ജോർജ് കുട്ടി അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും അല്ല തിരഞ്ഞെടുപ്പ്. ചീട്ടിടാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അങ്ങനെ നമുക്കൊരാളെ തിരഞ്ഞെടുക്കാൻ വ്യവസ്ഥയുണ്ടോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, വ്യവസ്ഥയുണ്ട്. അതിനുള്ള വ്യവസ്ഥ സങ്കീർത്തനത്തിലുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ ഇവനെ പറ്റി എഴുതിയിട്ടുണ്ട്. വായിച്ചേ 109 8 9. അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തനേക്കട്ടെ. മതി. അവൾ സങ്കീർത്തനത്തിൽ ഇവനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇവൻ ജനിക്കുന്നതിന് മുന്നേ അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. പിന്നെ അവന്റെ മക്കൾ തന്നെ നടക്കട്ടെ, ഭാര്യ വിധവയാകട്ടെ എന്നൊക്കെ ഒത്തിരി പ്രയോഗമുണ്ട്. അല്ല, ഈ ഒരു വാക്യം എടുത്താൽ മതി. അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ. ഈ സങ്കീർത്തനത്തിലെ വാക്യം പത്രോസ് കോട്ട് ചെയ്തു. അതിന്റെ വെളിച്ചത്തില മത്തിയാസിനെ പിന്നെ തെരഞ്ഞെടുത്തത്. ഇനി 15 വാക്യം വായിച്ച അപ്പോസ്തലപ്രവൃത്തി 1:15. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ പീറ്റർ എഴുന്നേറ്റ് നിന്ന് പറയുക, ഓടിച്ചു വായിര്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന, യേശുക്രിസ്തുവിനെ പിടിച്ചു കൊടുക്കുവാൻ വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ. അപ്പോൾ 109 സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം ഇവരെ പറ്റി നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക. അടുത്തത് തിരുവഴുത്ത് നിവൃത്തിയാകുവാൻ ആവശ്യമായി തീർന്നിരിക്കുന്നു. പിന്നെ അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേ പിളർന്നവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ സ്ഥലത്തിന് അവരുടെ ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിനാരും പാർക്കാതിരിക്കട്ടെ, അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ.
ഞങ്ങൾ കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തനായ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ എന്ന യോസേഫ്, മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി. അതെ, നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. മത്തിയാസിന് ചീട്ട് വീണെന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള അടിസ്ഥാന വാക്യം സങ്കീർത്തനത്തിൽ നിന്നാണ് എടുത്ത്. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു. ഈ സങ്കീർത്തനവും ഈ വാക്യവും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയല്ല. പക്ഷേ നമ്മുടെയൊക്കെ സഭകൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സങ്കീർത്തനത്തിൽ നിന്നൊന്നുമല്ല, വേറെ പുസ്തകത്തിൽ നിന്നേ അല്ല. ആന്നോ? ആണെങ്കിൽ ഇപ്പോൾ പറയണം അല്ലേ, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പം സങ്കീർത്തനത്തിൽ നിന്ന് പോയിട്ട് വേറെ പുസ്തകത്തിൽ പോലും ഇല്ലാത്ത കാര്യമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാ ഒരു മുഖത്തൊരു മ്ലാനത ഉള്ള കാര്യമായി പറയുന്നു. എങ്ങനെയും ഒരു കസാര കിട്ടണം, ജാകുന്നതിന് മുന്നേ കസാരയെ കുറേ നാൾ ഇരിക്കണം, എന്തെങ്കിലും വിക്രിയകൾ കാണിക്കണം, ഇതൊക്കെ തന്നെ. ആട്ടെ, നമുക്ക് വിഷയം വിട്ടേക്കാം. നിങ്ങൾ പറയും ഇതാണോ ഇന്നത്തെ മെസ്സേജ് എന്ന്. ഇത് വലിയ മെസ്സേജാ. ദൈവം തിരഞ്ഞെടുക്കണം. അതുകൊണ്ടല്ലേ പറഞ്ഞത് അങ്ങോട്ട് നോക്കിയാൽ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനെ. അങ്ങനെ അങ്ങോട്ട് നോക്കാനല്ലെന്ന് വേറെ പുസ്തകത്തിൽ പിന്നെ അങ്ങോട്ട് നോക്കുന്നു. ദൈവത്തെ മഹത്വം, ദൈവം തിരഞ്ഞെടുത്തവൻ. അങ്ങനെ ശൗലിനെ അങ്ങോട്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ ദൈവം യഹോവ തിരഞ്ഞെടുത്ത മനുഷ്യനെ. അതെ, സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനത്തിലല്ല യേശു ക്രിസ്തുവിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിനെ പറ്റി ധാരാളം സങ്കീർത്തനങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് 20-ാം സങ്കീർത്തനം 4-ാം വാക്യം. വളരെ പരിചിതമായ വാക്യമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ആ വചനവാക്യം ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് വായിച്ചോ ദൈവദാസി. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇന്ന് രാത്രി ഈ ഹൃദയത്തിലെ ആഗ്രഹത്തെ നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിലെ ആഗ്രഹമുള്ളവരാ, ഇല്ലയോ? ഇന്ന് രാത്രി വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിലെ ആഗ്രഹങ്ങളുണ്ട്. പൊതുവിൽ പറയാൻ പറ്റുന്ന ആഗ്രഹമുണ്ട്, പൊതുവിൽ പറയാൻ പറ്റാത്ത ആഗ്രഹവും ഉണ്ട്. നല്ല ആഗ്രഹങ്ങളുള്ളവരാണ് ഇന്ന് രാത്രിയുടെ വന്നിരിക്കുന്നത്. എന്നാൽ തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിറവേറ്റി തരും. ശുശ്രൂഷയോട് ബന്ധപ്പെട്ട്, കുടുംബത്തോട് ബന്ധപ്പെട്ട്, കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട്, അധ്വാന മേഖലകളോട് ബന്ധപ്പെട്ട്, ബിസിനസ്സിനോട് ബന്ധപ്പെട്ട്, നാം ആയിരിക്കുന്ന ഏത് മേഖല അവിടെയൊക്കെ ബന്ധപ്പെട്ട് ഇന്ന് രാത്രി പലവിധ ആഗ്രഹങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിയുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. 149-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഭക്തന്മാരുടെ ആഗ്രഹമാണ് നിറവേറ്റി തരുന്നത്. 149-ന്റെ 19 ഒന്ന് വായിച്ചു. 145-ന്റെ 19. 145 ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഭക്തന്മാരുടെ ആഗ്രഹമാണ് സാധിപ്പിക്കുന്നത്. ദൈവം എല്ലാവരുടെയും ആഗ്രഹമല്ല, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇന്ന് രാത്രി ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്നൊരു ദൈവം. ഞാൻ എപ്പോഴും പറയും, ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ ഈ വാക്യത്തിന് 2 വശമുണ്ട്. അതാ ഞാൻ സൂചിപ്പിച്ചത്. ആഗ്രഹം നടക്കാതെ പോയവരും ആഗ്രഹം നടന്നു വരും. ഇന്ന് രാത്രി 2 ചിന്തിക്കുക. ആഗ്രഹം നടക്കാതെ പോയവരും ആഗ്രഹം നടന്നു വരും. നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ഇത് സെൻറ്ററിൻ്റെ കൺവേർഷനാണ്, ദൈവമക്കളാണ് കൂടുതൽ. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് വചനത്തിൽ നിന്ന് ഇന്ന് രാത്രി ചിന്തിക്കാം. ആഗ്രഹം ആദ്യം നടക്കാതെ പോയ കാര്യം ഒന്ന് നോക്കാം. ആഗ്രഹം നടന്നില്ല. ആഗ്രഹം നല്ലതായിരുന്നു, പക്ഷേ നടന്നില്ല. എന്തുവായിരുന്നു ആഗ്രഹം? ഒരാളുടെ ആഗ്രഹം. വായിച്ചേ, സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 10. നല്ല ആഗ്രഹമാണ്. 23-ന്റെ 10 വായിച്ചു. അറിവുള്ള വാക്യമാണ്. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. നല്ല ആഗ്രഹമാണ്. ഭക്തന്മാര് മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. നല്ല ആഗ്രഹമല്ലേ? ഉപദേശിമാരെല്ലാം പറയുന്നത്, ഞാൻ ഒന്നുകൂടെ കടമെടുത്ത് പറയുക, ഭക്തന്മാർ മരിക്കും പോലെ മരിക്കണേ, ഭക്തന്മാർ ജീവിക്കും പോലെ ജീവിക്കണം. ജീവിക്കുന്ന നാളിൽ കൊന്ത്രാക്കൊള്ളി എല്ലാം ഒപ്പിച്ചേച്ച് അവസാനം അങ്ങേയറ്റം പറ്റുമ്പോൾ ഭക്തന്മാർ മരിക്കുന്നത് നടക്കുകയല്ല. ജീവിക്കുന്ന നാളിലുള്ള നാശക്കൊള്ളി എല്ലാം ഒപ്പിച്ച് ചെയ്യാവുന്ന കുരുക്കല്ല ഒപ്പിച്ച്, കോതുകാല് വെച്ച്, കുതികാല് വെട്ടി, പാര പണിത്, ടോർപ്പിടോ വെച്ച്, അലവാങ്ക് കയറ്റി, ഇതെല്ലാം ചെയ്തേച്ചേ അങ്ങേയറ്റം പറ്റി കഴിയുമ്പോൾ പറയാം ഭക്തൻ മരിക്കും പോലെ. അങ്ങനെയൊന്നും മരിക്കുകയല്ല. ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ ഭക്തൻ ജീവിക്കും പോലെ ജീവിക്കണം. അല്ല, ഈ പറഞ്ഞ പുള്ളി ആരാ? ഇതാരാ അമ്മാമയെ പറഞ്ഞത് ഭക്തൻ മരിക്കും പോലെ മരിക്കണമെന്ന്? ബിലയാമ. ഭക്തൻ മരിക്കും പോലെ ആണോ മരിച്ചേ? പിന്നെ എങ്ങനെയാ? വായിച്ചേ 31-ന്റെ 8. സംഖ്യ 31-ന്റെ 8 യോശുവയുടെ പുസ്തകം 13-ന്റെ 22 കൂടെ ചേർത്ത് വായിച്ചു. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേക്കം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബയോരിന്റെ മകനാകുന്ന ബിലയാമിനെയും അവർ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. ഭക്തൻ മരിക്കും പോലെ മരിക്കണമെന്നായിരുന്നു ആഗ്രഹം. യോശുവ 13-ന്റെ 22 കൂടെ ചേർത്ത് വായിച്ചു.
എനിക്ക് ഇത് വേണ്ട. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. താഴോട്ട് വെച്ചു. നല്ലത്. ഒന്നുകൂടെ വായിച്ചോ ആ വാക്യം. ഇസ്രായേൽ മക്കൾ കൊന്നവരായ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ആഗ്രഹം ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കണമെന്നാ, പക്ഷെ അങ്ങനല്ല മരിച്ചത്. ആഗ്രഹം നടന്നില്ല. അതെന്താ ഇങ്ങനെ വാളിന് വെട്ടിക്കൊല്ലാൻ കാര്യം? ഇന്ന് രാത്രി ചിന്തിക്കാം വചനത്തിൽ നിന്ന്. ആഗ്രഹം നല്ല ആഗ്രഹമാ. ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കണം. ഭക്തന്മാരുടെ മരണമൊക്കെ നല്ല മരണമാണ്. മൂത്താമ്പാക്കലെ ഉപദേശി മരിച്ചതിനെ പറ്റി പഴമക്കാർ പറഞ്ഞു കേട്ടുണ്ട്. മരിക്കുന്നതിന് മുന്നേ ഇങ്ങനെ കട്ടിലേ കിടക്കുക. തന്റെ സന്തത സഹചാരി ചാണ്ടിക്കുഞ്ഞിനോട് പറഞ്ഞു, ചാണ്ടിക്കുഞ്ഞ് ദൂതന്മാർ വരുന്നു, ഞാൻ പോകാറായെന്ന്. ചാണ്ടിക്കുഞ്ഞ് നോക്കുക അവിടെ ദൂതനെ കാണാൻ. ഉപദേശി കാണുന്നുണ്ട്, ദൂതന്മാർ വരുന്നു മേളിൽ നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞേച്ച് പുള്ളി അല്പം കഴിഞ്ഞപ്പോൾ കൊച്ചുകുഞ്ഞ് ഉപദേശി കിടന്ന കട്ടിലേ ഇങ്ങനെ ഇങ്ങോട്ട് ചരിഞ്ഞെന്നാ. അപ്പോൾ ചാണ്ടിക്കുഞ്ഞ് പറഞ്ഞു, അപ്പച്ചാ താഴെ വീഴും, തിരിഞ്ഞ് നേരെ കിടക്കാൻ. അപ്പോൾ പറഞ്ഞു, ചാണ്ടിക്കുഞ്ഞെ അങ്ങോട്ട് തിരിയാൻ മേല, കട്ടിലിൻ്റെ ഇടികളിലെല്ലാം ദൂതന്മാർ വന്നിരിക്കുന്നെന്ന്. കൊണ്ടുപോകാൻ, നമ്മളെ കൊണ്ടുപോകാൻ ആരാന്നോ വരുന്നത്? ആ നോട്ടം ഇരിപ്പം കണ്ടിട്ട് മിക്കവാറും മറ്റേ പുള്ളി വരാനാ സാധ്യത. ചരിഞ്ഞുള്ള നോട്ടമൊക്കെ കണ്ടിട്ട്. അപ്പോൾ അല്പം കഴിഞ്ഞപ്പം ഇദ്ദേഹം നേരെ കിടന്നു. ചാണ്ടിക്കുഞ്ഞെ അവർ എഴുന്നേറ്റ്, ഞാൻ പോകാൻ പോവാന്ന്. അപ്പോൾ പാട്ടുമൊക്കെ പാടി. ഉടനെ അവരെല്ലാവരും കൂടെ ചേർന്ന് പാടി, എന്നെ ദൈവദൂത. അപ്പൊ ഈ ഭക്തന്മാർ തന്റെ കൂടെ ഉള്ളവരെല്ലാം കൂടി പാട്ട് പാടിയപ്പം കൊച്ചുകുഞ്ഞു ഉപദേശി പറഞ്ഞെന്നാ പറഞ്ഞത്, നിർത്ത്, ഞാൻ വേറൊരു പാട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങളത് നിർത്തേ, ഞാൻ വേറൊരു പാട്ട് കേൾക്കുന്നു. വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാൻ ആക്കരെ, വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു. ഇത് കേട്ടെന്നാ പറഞ്ഞത്. ഇത് കേട്ടേച്ച് പുള്ളി സന്തോഷത്തോടാ കടന്നു പോയെന്നാ. ഇങ്ങനെയൊക്കെയാ ഭക്തന്മാർ മരിക്കുന്നത്. മഹാകവി സൈമൺ സാറിന്റെ മരണത്തെ പറ്റി പറയുന്നത്, ആറാട്ടുപുഴ യോഗം നടക്കുമ്പോൾ അദ്ദേഹം മരിക്കാൻ പോവുക. അപ്പോൾ മണപ്പുറത്ത് യോഗം നടക്കുക, ആള് വിട്ടു, സാറ് മരിക്കാൻ പോവുകയെന്ന്. അപ്പോൾ അന്ന് ഇപ്പോഴത്തെ ബ്രദർ സഭയിലെ സീനിയറായ ആളാണ് ബഹുമാനപ്പെട്ട മൈലപ്പുറയിലെ നമ്മുടെ ഫിലിപ്പ് സാറ്. ഇപ്പോൾ 96 വയസ്സുള്ളതുകൊണ്ട് ഫിലിപ്പ് സാറിന്. അന്ന് TK ശ്യാമുവേൽ സാർ ഉള്ള സമയമാണ്. എൻ്റെ അറിവ് ശരിയെങ്കിൽ TK ശിവമേൽ സാറിൻ്റെ കൂടെ ഫിലിപ്പ് സാറും കൂടെ കുന്നുംപുറത്ത് തറവാട്ടിലോട്ട് പോവുക. ഈ TK ശിവമേൽ സാറിന് നിങ്ങൾ വല്ലവരും കണ്ടിട്ടുണ്ടായിരിക്കും. നല്ലതോടെ പോവാം, കാല് വെച്ച് അങ്ങ് പോവാം. അപ്പം ഫിലിപ്പ് സാർ ഓടുക, പുള്ളി നടക്കുക. രണ്ടുപേരും കൂടെ കുന്നുംപുറത്ത് ചെന്നപ്പോൾ സാറിൻ്റെ ശിഷ്യവൃത്തങ്ങളെല്ലാം പാട്ട് പാടുക. അപ്പോൾ സാറ് മരിക്കാനൊരുങ്ങുക. അപ്പോൾ പാട്ട് പാടിയത് ഇങ്ങനെ: ഇന്നുമെന്നും നൃപന്മാരായി, ഇന്നുമെന്നും നൃപന്മാരായി വാണിടുന്ന ഭൂമിയിൽ മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. ഈ പാട്ട് പാടി സാറ് മരിക്കുക. ഇങ്ങനെയൊക്കെയാ ഭക്തന്മാരുടെ മരണം. എന്നാൽ ചില ആൾക്കാർ പാട്ട് വന്നും പാടിയല്ല മരിച്ചത്. മരിക്കാൻ നേരത്തും തെറി പറഞ്ഞേച്ചാ അപ്പച്ചാന്ന് വിളിച്ചപ്പോൾ കണ്ണു പൊട്ടുന്ന -3. അങ്ങനത്തെ സാറന്മാരും, അതും സാറാ. നിങ്ങൾക്കൊന്നും അറിയാൻ മേൽ, എല്ലാം സാറന്മാരാ. ഇന്ത്യ ദൈവസഭയുടെ ഒരു ഓവർസിയർ ഉണ്ടായിരുന്നു, PC ചാക്കോ. MB ചാക്കോ അല്ല, PC ചാക്കോ. ഇപ്പോഴത്തെ UK നമ്മുടെ ജോകുര്യൻ്റെ പിതാവ്, മല്ലപ്പള്ളിക്കാരൻ, അവരമ്പ്രാമാവ്. അദ്ദേഹം TM വർഗീസ് സാറിൻ്റെ മരുമകനും കൂടാ. ആദ്യത്തെ ഫീൽഡ് ഡയറക്ടർ ചർച്ചക്കോടിൻ്റെ TM സാർ, തോട്ടുംകര. അപ്പം അദ്ദേഹത്തിൻ്റെ മരുമകനാ PC ചാക്കോ, ജോകുര്യൻ്റെ പിതാവ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് കൂടെ നിന്നത് വാകത്താനം ജോർജ് കുട്ടി എന്ന് പറഞ്ഞൊരു കർത്തദാസൻ എന്നോട് പറഞ്ഞതാ. മരിക്കുന്നതിന് മുന്നേ ഈ PC ചാക്കോ പറഞ്ഞു, ജോർജ് കുട്ടി ഞാൻ മരിക്കാൻ പോവുക, ദൂതന്മാർ വരുന്നെന്ന്. ഇങ്ങനെ പറഞ്ഞ് മുഖമല്ല അങ്ങ് പ്രകാശപൂരിതമായി. എന്നിട്ട് കണ്ണടച്ചേച്ച് പറഞ്ഞു, ജോർജ് കുട്ടി ഞാൻ സ്വർഗം കാണുന്നു, ദൂതന്മാരിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞേച്ച് പറഞ്ഞു, ഞാൻ തങ്കയ്യാച്ചനെ കാണുന്നെന്ന്. പുള്ളി അങ്ങ് കാണുക. തങ്കയ്യാച്ചൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ PAV സാമിൻ്റെ പിതാവ്, ART അതിശയം തങ്കയ്യാച്ചൻ, ഞാൻ പുള്ളിയെ കാണുന്നെന്ന്. ഇതൊക്കെ പറഞ്ഞേച്ച് മുഖമെല്ലാം പ്രകാശപൂരിതമായി സ്തോത്രം പറഞ്ഞ് കർത്തസന്നിധി ചേർക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആ ഭക്തന്മാർ മരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നത് അതൊക്കെ പണ്ടേ അങ്ങനെ നടക്കുവുള്ളെന്ന്. പിന്നെ ഇപ്പോഴും ഉണ്ട്. ഒരു സംഭവം കൂടെ പറയാം. ഞാൻ എല്ലായിടത്തും പറഞ്ഞത്, എൻ്റെ കൂടെ ഒരു ഷിബു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ സുവിശേഷ വേലയാണ്.
അവർ കണ്ണൂർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കണ്ണൂർ സെൻട്രലിലെ ശ്രീകണ്ഠാപുരം സഭയിലാണ്. അപ്പോൾ ഞാനൊരിക്കൽ അവിടെ ചെന്നപ്പോൾ ആ മരുമകൻ്റെ, അതായത് ഷിബു പാസ്റ്ററുടെ അളിയൻ്റെ അപ്പച്ചൻ അവിടെ ഉണ്ട്, 96 വയസ്സ്. അപ്പോൾ ഞാനൊരു ശുശ്രൂഷയ്ക്ക് അവിടെ ചെന്നപ്പോൾ അപ്പച്ചൻ നല്ല പയർ പോലാണ് നിൽക്കുന്നത്. അമ്മച്ചിക്ക് അല്പം ക്ഷീണമകത്ത് കിടക്കുക. അപ്പച്ചൻ അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുക്ക വന്ന് വർത്തമാനം പറയുന്നിട്ട് മൊബൈൽ കാണിക്കും, വേണ്ട എപ്പോഴും ഞാൻ കാണുമെന്ന്. ഇതൊക്കെ പറഞ്ഞ് വളരെ ഉത്സാഹത്തോടെ, 96 ഉണ്ടെന്നൊന്നും പറയത്തില്ല, നല്ല ഏരിപരിയായിട്ട് നിൽക്കുക. വളരെ സന്തോഷമായിരുന്നു ആ കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ് അപ്പച്ചനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ പോന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ മരിച്ചു. വലിയ സങ്കടമായി പോയി. അമ്മച്ചി മരിക്കുമെന്നാണ് ഓർത്തത്, പക്ഷേ അപ്പച്ചൻ ആദ്യം പോയത്. വലിയ സങ്കടം എനിക്കും ഉണ്ടായി. ഇത്ര പെട്ടെന്ന് പോകുമോ, ഒരു ക്ഷീണവും. അപ്പോൾ ഞാൻ ചോദിച്ചു, മരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്? അത് വലിയ അപ്പച്ചനെ മരിക്കുമ്പം തലേന്ന് രാത്രിയിൽ 2 ആൺപിള്ളേരെ 2 പേര് സുവിശേഷ വേലക്കാരാണ്. അപ്പോൾ 2 പേരും ഉണ്ട്. അപ്പച്ചൻ ഈ പിള്ളേരോട് പറഞ്ഞു, മോനെ ഞാൻ വീട്ടിൽ പോകാറായി, മരിക്കാൻ പോവുക, നിങ്ങൾ 2 പേരും ഇച്ചിരി കാശുമൊക്കെ കരുതി വെക്കണം, ഒരു പെട്ടിയെല്ലാം ക്രമീകരിച്ചോണം. അപ്പോൾ പിള്ളേർ ചിരിച്ചു, ചുമ്മാ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുക, ഒരു പെട്ടിയൊക്കെ ക്രമീകരിച്ച് ഇച്ചിരി കാശുമൊക്കെ, പിന്നെ ശുശ്രൂഷയിലല്ലേ എപ്പോഴും ചിലപ്പം ഒത്തൊന്ന് വരികയല്ല. അവരങ്ങ് തമാശയായിട്ട് എടുത്തു. പിറ്റേന്ന് രാവിലെ ദിനചര്യകളെല്ലാം കഴിഞ്ഞേച്ച് അപ്പനും മക്കളും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കാപ്പ് കുടിക്കുക, ഇഡലിയും സാമ്പാറും. ഏതാണ്ട് 8:30 ഇഡലിയും സാമ്പാറും കഴിച്ചപ്പം മരുമകളോട് അപ്പച്ചൻ പറഞ്ഞു, കുഞ്ഞെ ഉച്ചയ്ക്ക് എനിക്ക് ഊണ് വേണ്ട. അതന്നെ അപ്പച്ച, എനിക്ക് ഊണ് മേളില്ലാന്ന് പറഞ്ഞു, എനിക്ക് ഉച്ചയ്ക്ക് വേണ്ട. അപ്പം പറഞ്ഞു, എവിടെ? എനിക്ക് വേണ്ട, ഇവർക്ക് കൊടുത്തോ, എനിക്ക് മേളില്ലാന്ന്. തമാശയായിട്ട് എടുത്തെങ്കിലും 12:15 അപ്പച്ചൻ ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അപ്പോൾ പണ്ട് കാലത്ത് മാത്രമല്ല, ഇപ്പോഴും ഉണ്ടങ്ങനെ. ഈ അടുത്ത കാലത്ത് നടന്ന കാര്യമാണ് പറഞ്ഞത്. എന്തിനേറെ നമ്മുടെ ചെന്നിത്തല IPCയിലുള്ള പായിക്കാട്ടെ ജോണിച്ചായനെ, ചിലർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പായിക്കാട്ട് ജോണിച്ചായനെ നല്ല ഭക്തനാണ്. അദ്ദേഹത്തിന് മരണം വരെ ഒരു സൈക്കിളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ പള്ളിപ്പാട്ടി TPMലാണ് കെട്ടിച്ചേക്കുന്നത്, ലാലി. ഒരു മകനുണ്ട് തമ്പിച്ചായന്, സുവിശേഷ വേലയില്ല. ഭാര്യ മേരി കൊച്ചമ്മ, പാണ്ടനാട്ടുകാരി. എന്തിനാ ക്ലിയറായിട്ട് പറഞ്ഞത്? അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്, അല്ല അവിടെ ഒരാൾ ഉണ്ടായിരുന്നു അങ്ങനൊന്നുമല്ല, ഉള്ള കാര്യമാണ്. ചില പറഞ്ഞു ആസ്ട്രേലിയയിലും, നമ്മളിപ്പോൾ ആസ്ട്രേലിയയിലേക്ക് പോകാൻ പറ്റുമോ? ആസ്ട്രേലിയയിലെ കാര്യം പറഞ്ഞു, ഇവിടെ ഉണ്ടല്ലോ പറയാൻ ഇഷ്ടം പോലെ. നമ്മളിപ്പോൾ ആസ്ട്രേലിയ വരെ. അപ്പോൾ പായിക്കാട്ടെ ജോണിച്ചായന് വളരെ ഭക്തനാണ്. ഇടയ്ക്ക് അല്പം ക്ഷീണമൊക്കെ ആയതുകൊണ്ട് സഭായത്തിന് പോകാൻ ബുദ്ധിമുട്ടൊക്കെ വന്നെങ്കിൽ ഒരു സഭായത്തിന് ഞായറാഴ്ചയ്ക്കുന്നു പുള്ളിയൊന്നും മിണ്ടത്തില്ല, പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യും. എന്നാൽ അന്ന് രാവിലെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് എനിക്കൊരു 10 മിനിറ്റ് തരണം. അയ്യോ തരാമല്ലോ. 10 മിനിറ്റ് മേടിച്ചു. ആ 10 മിനിറ്റ് എഴുന്നേറ്റ് പുള്ളി പറഞ്ഞു, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നിൽക്കണം, ഈ സഭ വളരണം, ഈ ദേശത്തെ ആത്മാക്കൾ വിടിവിക്കപ്പെടണം, ആരും അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാകരുത്, ഞാൻ വീട്ടിലോട്ട് പോകാൻ പോവുക. പുള്ളി അങ്ങ് പറയാ, ആണ്ട് എൻ്റെ ശവക്കല്ലറ ഒരുങ്ങിക്കിടക്കുന്നു, ഞാൻ പോകാൻ പോവുക, ഈ സഭ വളരണം, ആത്മാക്കൾ വരണം, നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഇതിൽ ക്ഷമ ചോദിക്കാനുണ്ട്, ക്ഷമ ചോദിക്കണം, വേണം, ഇതെല്ലാം പുള്ളി പറയുക 10 മിനിറ്റ് കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, വേണ്ടേ എൻ്റെ ശവക്കുടി ഒരുങ്ങിക്കിടക്കുന്നു, ഞാൻ പോകാൻ പോവുക. എല്ലാവരും ഇങ്ങനെ സ്തോത്രമൊക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്തുന്നു പറഞ്ഞ് കസേരയിലോട്ട് ഇരുന്നു. ജോണിച്ചായൻ മരിച്ചു. അങ്ങനെയുണ്ട്, ഇന്നും അങ്ങനത്തെ മരണം ഉണ്ടെന്നായി പറഞ്ഞു. അത്ര ഒന്നും ഒത്തില്ലെങ്കിലും ഏറെക്കുറെയെങ്കിലും. ഇവിടെ ബിലിയാം പറയുക, ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കട്ടെ. പക്ഷെ മരിച്ചത് എങ്ങനെയാ? നിഹിതന്മാരുടെ കൂട്ടത്തിൽ അവൻ ബെയോറിന്റെ മകനാകുന്ന ബിലിയാമിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അതെന്താ ഇങ്ങനെ വെട്ടിക്കൊല്ലാൻ കാര്യം? 2-3 കാര്യം പറയാം. ഇതെങ്ങനെ കൊല്ലാൻ കാര്യം? ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ചിരിക്കുക. ആ നാട്ടിലെ രാജാവാകുന്ന നാട്ടുരാജാവ് ബാലാക്ക് പേടിച്ച് ഭയപ്പെട്ടു. അവൻ പറയുന്നൊരു പദമുണ്ട്, കാളവയലിലെ പുല്ല് നക്കിക്കളയുന്ന പോലെ നമ്മളെ നക്കിക്കളയുമെന്ന്. അപ്പോൾ ചോദിച്ചു, പിന്നെ എന്താ ഇവരെ നമുക്ക് ഒതുക്കണം, ഇസ്രായേലിനെ ഒതുക്കണം. എന്താ പോംവഴി എന്താണെന്ന് ചോദിച്ചാൽ, യുദ്ധം ചെയ്താൽ ഒതുങ്ങത്തില്ല, നമ്മൾ ഇവരോട് യുദ്ധം ചെയ്താലൊന്നും. അപ്പോൾ മൂപ്പന്മാർ പറഞ്ഞു, അതെന്നാന്ന് ചോദിച്ചാൽ അവർ സീഗോനെ തട്ടിയേച്ചാ വന്നേക്കുന്നത്, ഓഗിനെയും ഒതുക്കി അവൻ്റെ ദേശമെല്ലാം കൈയടക്കി അർണോങ്കടവും പിടിച്ചേച്ചാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നമ്മൾ ജയിക്കത്തില്ല അവരോട്. അതെന്നാ? അതാ 23:22 വായിച്ചേ. വായിച്ചോ. കാട്ടുപോത്തിന് തുല്യമായ, അതുകൊണ്ടൊന്നും കേൾക്കുകയല്ലെന്ന് പറഞ്ഞു. മൈക്കൊണ്ടൊന്ന് വായിച്ചത് ദൈവരാശി. അടുത്ത പദം, കാട്ടുപോത്തിന് തുല്യമായ ബലം, അതുകൊണ്ട് യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല. നമ്മുടെ ഇരിപ്പം പടുതിയും കണ്ട ഒരു കടിഞ്ഞൂക്കോടിയുടെ ബലം പോലും ഇല്ല, പിന്നല്ലേ കാട്ടുപോത്ത്. അതിന് കുഴപ്പമല്ല, ഈ കഴിക്കുന്ന മുഴുവൻ കോഴിയല്ലേ, മറ്റേ വെള്ളക്കോഴി. യോധനം വന്ന വെള്ളക്കോഴി ഇരിക്കും പോലെ ആയിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ,
ഓരോനൊക്കെ ദൈവത്തിന് മഹത്വം. ഇതങ്ങനല്ല, കേട്ടുപോകുന്നതിന് തുല്യ ബലമായ ഇസ്രായേൽ മക്കൾക്ക്. അതുകൊണ്ട് യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല. തന്നെയല്ല, ഇവര് ഓഗിനെ തകർത്തു, സീഗോനെ ഒതുക്കി. ശക്തരായ രാജാക്കളും സീഗോനും ഓഗും വന്നാൽ ശങ്ക വേണ്ട, ഭീതി വേണ്ട. ശക്തൻ നിന്ന ഏകൻ താനാമേ. ശക്തരായ സീഗോനും ഓഗും വന്നാൽ ശങ്ക വേണ്ട, ഭീതി വേണ്ട. അപ്പൊ അതുകൊണ്ട് യുദ്ധം ചെയ്താൽ ഇവരെ ജയിക്കാനൊക്കത്തില്ല. പിന്നെന്താ പോംവഴി? പോംവഴി ഇവര് കണ്ടുപിടിച്ചു. ഒറ്റ പോംവഴിയേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്. പുള്ളിയെ കൊണ്ടുവന്ന് ഇവനെ എല്ലാം പ്രാഗി കൊല്ലണം. പുള്ളിയുടെ ശുശ്രൂഷ അറം പറ്റുന്ന പ്രാഗ് ഇരിപ്പതാന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, പുള്ളി അങ്ങനത്തെ ശുശ്രൂഷ? അയ്യോ, പുള്ളിക്ക് ദശാംശമൊക്കെ കൊടുത്തില്ലേ, പുള്ളി നിന്ന് അറിയുമെന്ന് പറഞ്ഞു. സ്വത്രാഴ്ച ദശാംശം കൊടുത്തില്ലെങ്കിൽ നിന്നും ഗുണം വരികയാണോ, നിന്നും കൈ പിടിക്കുകയാണ്. പുള്ളി നിന്ന് അറിഞ്ഞു പിടിപ്പിക്കും. പുള്ളിയുടെ ശുശ്രൂഷ അങ്ങനെ പ്രാഗി അലക്കുകയും ചെയ്യും, ഏക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു, അങ്ങനെ തന്നെ പുള്ളിയെ നമുക്ക് വരുത്തി ഇവനെ എല്ലാം പ്രാഗി കൊല്ലാം. അപ്പോൾ ചോദിച്ചു, പുള്ളി വരുമോയെന്ന് ചോദിച്ചു. അതൊക്കെ പുള്ളി വരുമെന്ന് പറഞ്ഞു. ഉടനെ രണ്ടുപേരെ അങ്ങോട്ട് വിട്ടു. ബിലിയാമാരാ വായിച്ച 23:3 ആവർത്തന പുസ്തകം 23:3 ചടിയടാന്ന് വാക്യം വായിച്ചോണം. ഒരമ്മോന്യനോ മോബാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10ാം തലമുറ പോലും ഒരു നാൾ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ അവരുടെ വഴിയിൽ വെച്ച് അപ്പവും വെള്ളവും കൊണ്ട് നിന്നെ വന്ന് എതിരേൽക്കായി കൊണ്ടു. അടുത്ത വാക്യം, നിന്നെ ശപിക്കേണ്ടതിന് നിന്നെ ശപിക്കേണ്ടതിന് അവൻ മെസൊപ്പൊത്താമിയയിലെ പദോരിൽ നിന്ന് ബെയോരിന്റെ മകനാകുന്ന ബിലെയാമിനെ. നിനക്ക് കറണ്ട് പോയോ? വായിച്ചേച്ച് വായിക്ക്. കൂലിക്കായതുകൊണ്ടാണ് വായിക്കാത്ത. അപ്പൊ ശ്രദ്ധിച്ചേ, മെസൊപ്പൊത്താമിയയിലെ പദോരിൽ നിന്ന് ബെയോരിന്റെ മകൻ ബിലെയാം. അപ്പൊ ആരാണ് ബിലെയോൻ? മെസൊപ്പൊത്താമിയയിലെ പദോരിൽ നിന്ന് ബെയോറിന്റെ മെസൊപ്പൊത്താമിയ എന്ന് വന്നവനാ. പക്ഷെ ഇപ്പൊ പ്രാക്കുവല പോവാ. മെസൊപ്പൊത്താമിയയിൽ നിന്ന് വന്ന വേറൊരു കക്ഷി ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 7:1 വായിര്. അത് മെസൊപ്പൊത്താമിയയിൽ നിന്ന് 7:1 അപ്പോസ്തലപ്രവൃത്തി. മഹാപുരോഹിതൻ ചോദിച്ചനവും പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുകയും നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ നിന്നെങ്ങാണ്ട് വായിച്ചല്ലോ. മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ മെസൊപ്പൊത്താമിയ എന്ന് വന്നയാളാണ് അബ്രഹാം. ഇവിടെ തന്നെ വേറൊരുത്തൻ മെസൊപ്പൊത്താമിയക്കാരൻ. ഒരുത്തൻ അനുഗ്രഹിക്കുമ്പോൾ ഒരുത്തൻ പ്രാകുക. രണ്ടും ഒരു സ്ഥലത്ത്. ചില പറയാം, ഞങ്ങൾ രണ്ടും ഒന്നിച്ചിറങ്ങിയതാ. നീ ഇപ്പം എങ്ങനെ? ചില പറ്റി പറയാം, ഞങ്ങൾ രണ്ടും ഒന്നിച്ച് ഒരു ബാച്ചായിരുന്നു മുളക്കുഴയിലെ, ഒരു ബാച്ചായിരുന്നു പുനലൂര്. അച്ഛൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പുനലൂര് പറയുന്നത്. ഒരു ബാച്ചായിരുന്നു കുമ്പനാട്ട്. പക്ഷെ രണ്ടും രണ്ട് ധ്രുവമായി. ഒരുവന് എന്തോ എടുക്കുക, ഒന്നിച്ചിറങ്ങിയ പുള്ളിക്കാരാ, ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയതാ. അബ്രഹാം എന്നെ എടുക്കുക. എബ്രായർ 11:9 പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന് വായിര്, ചടിയടാന്ന് വായിര്. മെസൊപ്പൊത്താമിയയിൽ വന്ന പുള്ളി എന്തോ എടുക്കുക വായിര്. ഒരു അനുദേശത്ത് എന്ന പോലെ വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാക്കുന്ന ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തും കൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അതാ മെസൊപ്പൊത്താമിയ എന്ന് പറഞ്ഞ പുള്ളി ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം കണ്ടുകൊണ്ടിരിക്കുക. അന്നേരം മെസൊപ്പൊത്താമിയ എന്ന് പറഞ്ഞ ഒരുത്തനെ പ്രാഗി അലച്ച് നടക്കുക. എങ്ങനെയുണ്ട്? ഒന്നിച്ചിറങ്ങിയെന്ന് പറഞ്ഞിട്ടോ, ഒരു സ്ഥലത്തിൽ നിന്ന് വന്നെന്ന് പറഞ്ഞിട്ടോ, ഒരു ദേശക്കാരാന്ന് പറഞ്ഞിട്ടോ, ഞങ്ങൾ ഒരു സഭക്കാരാന്ന് പറഞ്ഞിട്ടോ ഒന്നും ഗുണമില്ല. നീ വിശ്വസ്തയോടെ ജീവിക്കണം. ചുമ്മാ കേറോപ്പ് പറഞ്ഞോട്ടൊന്നും. സ്തോത്രം. എന്നെ അറിയാമോ? ഇല്ല. കൊച്ചുകുഞ്ഞു ഉദ്ദേശിയുടെ കുടുംബത്തിൽപ്പെട്ടതാ. ഇല്ല, പുള്ളി ആനപ്പുറത്തിരിക്കുന്നതിന് നിനക്കെന്നാ? IPC-കാർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഉണ്ണുണ്ണി സാറിൻ്റെ, അതിന് നിനക്കെന്നാ? അസംബ്ലി സപ്പോർട്ടുകാർ പറയുന്നത് എന്തുമായിരിക്കും? AC ഷാഹുമേൽ സാറിൻ്റെ അടപ്പനാക്കണ്ടം. ചച്ചോക്കോടുകാർ പറഞ്ഞ കുക്കു സാഹിബ് അല്ലെ TM വർഗീസ് സാറിൻ്റെ. ചുമ്മാ കുടുംബ പാരമ്പര്യമോ വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമായില്ല. നീയും ദൈവമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നോരുടെ ഇന്നയാളാന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ വില പോകുകയല്ല. തണ്ട് വച്ച പടക്കും പ്രതാപമുള്ള കപ്പലൊന്നും അങ്ങോട്ട് ചെല്ലുകയല്ല. രക്ഷ വ്യക്തിപരമാ. നീ ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. ദൈവത്തിന് മഹത്വം. രണ്ടുപേരും മെസൊപ്പൊത്താമിയ ഇറങ്ങി. ഒരുത്തൻ പ്രാഗി അലച്ച് നടക്കുക, ഒരുത്തൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ചോദിച്ചു, വരുമോ എന്ന് ചോദിച്ചു. വരും. ആള് വിട്ട് ഇച്ചിരി പ്രശ്ന ദക്ഷിണയൊക്കെ കൊടുത്തണ്ട. പ്രശ്ന ദക്ഷിണ അങ്ങനെ ഉണ്ടല്ലോ. പ്രശ്ന ദക്ഷിണ. അപ്പൊ പ്രശ്ന ദക്ഷിണയൊക്കെ കൊടുത്ത് പുള്ളി പറഞ്ഞു,
ഞാൻ ഡേറ്റ് കിട്ടിയ ഉടനെ പോകത്തില്ല, പ്രാർത്ഥിച്ചൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഓ നല്ല കാര്യമല്ലേ. പുള്ളി പ്രാർത്ഥിച്ചൊന്ന് നോക്കിയപ്പോൾ ദൈവം പറഞ്ഞു പോകണ്ടെന്ന്. പുള്ളി പറഞ്ഞു നടത്തിപ്പില്ല, നിങ്ങൾ പൊക്കോളാൻ. അവർ വന്ന് ബാരാക്കിനോട് പറഞ്ഞു പുള്ളിക്ക് നടത്തിപ്പൊന്നും. അപ്പം ബാരാക്കിന് രോഗം പിടികിട്ടി. ബാരാക്ക് ഇവരെക്കാളും മിടുക്കന്മാരെ കുറച്ച് സമ്മാനമെല്ലാം കൊടുത്തു വിട്ടു. സമ്മാനം കണ്ണു കുരുടാക്കുമല്ലോ. സമ്മാനമെല്ലാം കണ്ട ആൾക്കാരെയും കണ്ട്. കാരണം നേരത്തെ എൻ്റെ ഭാഷയാണ്, നേരത്തെ ചെന്നത് സൈക്കിളിൽ സഞ്ചിയൊക്കെ തൂക്കിക്കൊണ്ടാണ്, ഇപ്പോൾ ചെന്നത് ഓടി കാറേല ടൈയൊക്കെ കെട്ടി. അപ്പം മനസ്സിലായി ഇച്ചിരിയുടെ പിടിപ്പുള്ളവന്മാരാ വന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇച്ചിരി കനമുള്ളവനാണെങ്കിൽ ശുശ്രൂഷ കണ്ടമാനം കൂടും. പാവപ്പെട്ടവൻ്റെ ഒരു കല്യാണം നടത്താൻ വിളിച്ചാൽ ഡേറ്റ് ഇല്ല. വലിയ പുള്ളിയുടെ ആണെങ്കിൽ ഡേറ്റേ ഉള്ളൂ. എന്നാ നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഉള്ള കാര്യമായി പറയാനേ. പാവത്തം പിടിച്ച ഒരുത്തൻ്റെ കല്യാണത്തിനാണെങ്കിൽ ഡേറ്റ് ഇല്ല. അത് ശുശ്രൂഷ യോഗ്യടി അങ്ങ് നടത്തിക്കോ അതിനുള്ളത്. വലിയവൻ്റെ ആണെങ്കിൽ സകല എണ്ണു അധ്യക്ഷൻ കിടന്ന് കുഴ ആർക്കൊക്കെ ആ സമയം കൊടുക്കട്ടെ കിടന്ന് വിഷമിക്കുക ആണെന്നേ. സാധുവായി ഒരുത്തം മരിച്ചാൽ അടക്കാനും പാടാനും ആരും കാണുകയില്ല. വലിയ പുള്ളിയാണെങ്കിൽ അയ്യോ അനുശോചനം പറഞ്ഞ് ഒരു യോഗത്തിന് ഞാൻ എണ്ണി 347 ഒരു അനുശോചനം, എന്നിട്ടും തീരുന്നില്ല. 347 എവിടാന്നൊന്നും എന്നോട് ചോദിക്കരുത്, നിങ്ങൾക്കൊക്കെ അറിയാം. തീരുന്നില്ലെന്നേ. സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. ഒരിക്കൽ ആൾക്കാരുടെയൊക്കെ രീതികളായി പറഞ്ഞതേ. ഈ ടി വിയിലുമൊക്കെ പരസ്യമൊക്കെ കൊടുക്കുമല്ലോ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ മെയിൻ ആൾ ഉണ്ട്, ഞാനും ഉണ്ട് അവിടെ. അന്ന് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതാണ്. ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. അപ്പം ഇങ്ങനെ ഈ കോൾ വന്നുകൊണ്ടിരിക്കുക പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഒരു ശിങ്കിടി എടുത്തുകൊണ്ടിരിക്കുക, പുള്ളി എല്ലാം എടുക്കുന്നത്. അപ്പം പുള്ളിയുടെ രീതി ചോദിക്കുക, ആരാ വിളിക്കുന്നത്? കാസർഗോട്ടിൽ നിന്ന്. കാസർഗോട്ടിൽ നിന്നുള്ള വിഷയം നീ പിന്നെ ചോദിച്ചു, ആരാ? കാനഡ എന്നാ. അപ്പം കാനഡയെല്ലാം പുള്ളിക്കും കാസർഗോഡല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലയോ? അയ്യോ എന്തെല്ലാം സൂത്രപ്പണികളാണ്. കാരണം കാസർഗോഡിൽ നിന്നൊന്നും കിട്ടാൻ ഇല്ല, കാനഡയിൽ നിന്നേ വല്ലോ. ഇതൊക്കെ ഉണ്ടെന്ന് ഇതിനകത്ത്. സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം അറിയുന്നുണ്ടെന്ന് ഓർക്കണം. 2-ാം സങ്കീർത്തനത്തിൽ ഇത് വായിക്കുന്നത് പോലെ സ്വർഗത്തിരിക്കുന്നവൻ ഇതെല്ലാം കണ്ട് ചിരിക്കുക, ഈ വിക്രിയ എല്ലാം കണ്ട് ചിരിക്കുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ബിലിയാമിനെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ബിലിയാം പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ. തമ്പുരാൻ പറഞ്ഞു പൊക്കോ. എന്നിട്ട് ഇവനൊരു ഡയലോഗ് പറഞ്ഞു, ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ ദൈവത്തിൻ്റെ പ്രമാണം വിട്ടൊന്നും. 22:18 വായിച്ചേ. സിപ്പോരിന്റെ മകനായ ബാലാക്ക് പറയുന്നു എന്ന് പറഞ്ഞു. ബിലിയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട് ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നു. ഈ ഡയലോഗ് കേട്ടാൽ നമ്മൾ ഓർക്കും പുള്ളിക്ക് ഈ പൈസയോട് വെള്ളിയോട് പൊന്നിനോട് ഒരു താല്പര്യോ? ചുമ്മാ പറയുന്നതാ. ഇതൊക്കെ പുൾപ്പിറ്റ കയറി നിന്ന് മൈക്ക് കിട്ടുമ്പോൾ കീർവാണം പറയുന്നതാ. ആകെ മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കുശാഗ്ര ബുദ്ധിയാ. പുറമേ ഡയലോഗ് പറഞ്ഞു എനിക്ക് ഇങ്ങനൊന്നും. തമ്പുരാൻ ഇവൻ്റെ ഹാർട്ടിൻ്റെ സ്കാൻ എടുത്തു. ചില രോഗമൊന്നും പെട്ടെന്ന് പിടികിട്ടില്ല, ഞാൻ സ്കാൻ ചെയ്തേച്ച് വരാൻ പറഞ്ഞു. ഇപ്പോൾ ഇത് ബിസിനസ് ആയതുകൊണ്ട് അവർ പറയുന്നിടത്തും സ്കാൻ ചെയ്തോണം, വേറെ ഒരു സ്ഥലത്തും കൂടെ 2 സ്ഥലത്ത് ചെയ്തേച്ച് വേണം ട്രീറ്റ്മെൻറ്റിന് ഏൽപ്പിച്ചുകൂടാ. അല്ലാതെ ചെയ്ത ഉടനെ കീറിക്കൊന്നും പറഞ്ഞ് കയറി കിടക്കരുത്. ഇതെല്ലാം ബിസിനസ് അല്ലേ. അപ്പോൾ 2 സ്കാനിങ്, രണ്ടും സെയിം റിപ്പോർട്ടാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവൻ പുറമേ ഡയലോഗ് പറഞ്ഞു, ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ ദൈവത്തിൻ്റെ പ്രമാണം വിടുകയല്ലെന്ന്. തമ്പുരാൻ ഹാർട്ടിൻ്റെ സ്കാനിങ് എടുത്തു. 2 സ്കാനിങ്, രണ്ടും സെയിമാ. വായിച്ചേ. പത്രോസിൻ്റെ 2-ാം ലേഖനം 2:15 യൂദയുടെ ലേഖനം 11. പെട്ടെന്ന് വായിച്ചു. 2 സ്കാനിങ്. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. മൈക്ക് കൂടെ വായിച്ചേ. അവൻ അനീതിയുടെ കൂലി ഒപ്പിച്ചല്ലോ കൂലി കൊതിച്ചത്. അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. എന്നിട്ടോ അവൻ അനീതിയുടെ കൂലി. സംഖ്യാപുസ്തകം 22:18 പറഞ്ഞു എനിക്ക് ഇതിനോട് താല്പര്യമില്ലെന്ന്. പക്ഷെ ഹാർട്ടിന്റെ സ്കാനിങ് എടുത്തപ്പോൾ അകത്ത് മുഴുവൻ കൊതിയാ. യൂദാ 11 വായിച്ചു. അവർക്ക് അയ്യോ കഷ്ടം പെട്ടെന്ന് വായിരു സമയം അവിടെ എഴുതിയിരിക്കുന്ന കൂലി കൊതിച്ചെന്നാ. അപ്പൊ പത്രോസിന്റെ 2-ാം ലേഖനത്തിലും യൂദയുടെ 11-ാം വാക്യത്തിലും ബിലയാമിന്റെ ഹാർട്ടിന്റെ സ്കാനിങ് എടുത്തപ്പോൾ സെയിമാ, കൂലി
കൊതിച്ചു. പക്ഷെ പുൾപ്പിറ്റ് കയറി മൈക്ക് കിട്ടിയപ്പോൾ പറഞ്ഞു, എനിക്ക് ഇതിനോടൊന്നും വലിയ. ഞാൻ എന്നെ പ്രതിയാക്കി പറയാം, അമേരിക്കയിലും പേർഷ്യയിലും കാനഡയിലും പോകുന്ന ആത്മമാരും ഒന്നും ഉണ്ടായിട്ടില്ല, കാശിന് പോകുന്നതാ. അല്ലേ? നിങ്ങൾ സമാധാനം പറ. ഈ അമേരിക്കയിലോട്ട് ഞാൻ സഹിതം അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ്, അയർലൻഡ്, പിന്നെ ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന ആത്മമാരം ഉണ്ടായിട്ടാണോ? ആത്മമാരം ഉണ്ടെങ്കിൽ വാടിക്കടപ്പുറത്തോട്ട് പോകാൻ മേലെ ഇവിടുന്ന് അങ്ങോട്ട്. എത്ര 25 കിലോമീറ്റർ ഇല്ലേ? അത്ര ഇല്ല, 14 ഉള്ളൂ. എന്ത് എളുപ്പമാണ്. അല്ലെ മൺട്രോത്തുരുത്തിലോട്ട് പോകാൻ മേലെ ആത്മമാരം ഉണ്ടേ. ഇവിടെ അടുത്താ. ചുറ്റുമലയിലോട്ട് പോകാൻ മേലെ ആത്മമാരം കയറുമ്പോൾ അമേരിക്കക്ക് ഓടുന്നേ. അപ്പൊ അങ്ങോട്ട് പോകുന്നത് കാശിനാ. കാശ് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ അനീതിയുടെ കാശ് കയ്യിൽ കാണരുത്. കാശില്ലാത്ത ഒരു കാര്യവും നടക്കത്തില്ല. ഈ കൺവെൻഷൻ കാശ് വേണം. അതിനാ സ്വോത്രകാഴ്ചയൊക്കെ എടുക്കുന്നത്. പിന്നെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ഏറ്റവും മുടുത്തതെടുത്ത് ഇതിനെ കൊള്ള സംഘത്ത് വന്നേക്കാന്നോ. ചിലടത്ത് എന്നാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ കയ്യിലെ ഏറ്റവും വലുതെടുത്ത് ഇത് വലിയ കടഭാരത്തോടെ ആര് പറഞ്ഞു നടത്താൻ? എടാ, നീ മുട്ടയിലിരിക്കണം. മുട്ടയിലിരിക്കുമ്പോൾ ദൈവം തുറന്നു തരും. അനുഭവത്തിൽ നിന്നായി പറയുന്നത്. ഒന്നും പതറരുത്. അറിയാത്ത വഴിയെ ദൈവം തുറക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല. ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ളവനെയാ നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവം വഴി തുറക്കും, ദൈവം വഴി തുറക്കും. അപ്പൊ ഞാൻ കുറ്റമല്ലി പറഞ്ഞത്. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അങ്ങ് വലിയ അസ്വസ്ഥത. 2-3 സ്വോത്ര കാഴ്ച. 2-3 എന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ഉള്ള കാര്യമായി പറയുന്നത്. കുറ്റമല്ലി പറയുന്നത്. സങ്കടവും വരാറുണ്ട്. ഞങ്ങളുടെ ഒരു ഉപദേശി പണ്ട് പറഞ്ഞു ഇങ്ങനെ, സ്വോത്ര കാഴ്ച ഒന്നും വേണ്ടടാ. ഞാൻ പറഞ്ഞ അതിന് ഒരുത്തിന് വട്ടളകിയാൽ മതിയടാ, കാര്യം നടക്കുമെന്ന്. ഞാൻ പറഞ്ഞ അച്ഛാ സ്വോത്രകാഴ്ച സ്വോത്രകാഴ്ച ഒന്നും എടുക്കുന്നില്ലെന്ന്. ഞാൻ അന്നവൻ ഒറ്റൊരുത്തിന് വട്ടളകിയാൽ മതി. അവൻ പറയാ ഞാൻ ഇന്ന് മുഴുവൻ പൈസ എങ്ങ് തരിക എന്ന് പറഞ്ഞ. പക്ഷെ അങ്ങനെ ഇളകുകയല്ല. പണ്ടൊരാൾ പറഞ്ഞ പോലെ എന്നെ അപ്പം നനച്ചാൽ പുലിയെ പിടിക്കും, ഉയരി പോയാലും നനയ്ക്ക് മാട്ടെ. വിചാരിച്ചാൽ പുലിയെ പിടിക്കും. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ദൈവം വഴി തുറക്കും. ദൈവം വിശ്വസ്തനാണ്. വേല ദൈവത്തിൻ്റെതാണ്. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. മലാഖി വായിക്കുന്ന ഒന്ന് പരീക്ഷിച്ച് നോക്ക്, ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ദൈവത്തിന് മഹത്വം ഒന്ന് പരീക്ഷിച്ച് നോക്ക്. കർത്താവിന് മഹത്വം. അപ്പൊ ബിലിയാം പറഞ്ഞു എനിക്ക് ദ്രവ്യത്തോട് വലിയ താല്പര്യമൊന്നും. പക്ഷെ സ്കാനിങ് റിപ്പോർട്ട് രണ്ടും ദ്രവ്യാഗ്രഹത്തിന്റെ. അയ്യോ, അനീതിയുടെ കൂലി. ഇവനെ വെട്ടുകൊണ്ട് ഞാകാൻ ഒന്ന് അനീതിയുടെ കൂലി. അനീതിയുടെ കൂലി കൊതിച്ച് മേടിച്ചേച്ച് ഇവൻ പറയാ ഭക്തം മരിക്കും പോലെ. എങ്ങനെ മരിക്കും? സഹോദരങ്ങൾക്കോ അമ്മയ്ക്കോ അപ്പനോ പെങ്ങൾക്കോ ചേടത്തിക്കോ അനിയത്തിക്കോ അനിയനൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൃത്യം കൊടുത്തോണം. അവൻ്റെ വസ്തുവോ വീടോ മറ്റു കാര്യങ്ങളൊന്നും നീ അപകരിച്ചെടുക്കരുത്. 1 സെന്റ് ഭൂമി നിന്റെ കയ്യിൽ അനാവൃതമായി കാണരുത്. നീതിക്ക് നിരക്കാത്ത നിന്റെ കൂടാരത്തിൽ കാണരുത്. മറ്റൊരുത്തനെ ചതിക്കരുത്, വഞ്ചിക്കരുത്. ഒരുത്തനെ പീഡിപ്പിച്ചേച്ച് 10 രൂപ ഉണ്ടാക്കരുത്. മീഖായൊക്കെ വായിക്കുന്നത് പല്ലിന് കടിപ്പാൻ കൊടുത്താൽ അവനോട് സമാധാനം പ്രസംഗിക്കും. വായിക്ക് കൊടുത്തില്ലെങ്കിൽ അവനോട് വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചു കളയും. ഇതൊന്നും പാടില്ലെന്ന് ആ പുസ്തകത്തിലെ പ്രമാണം. കൈയൊക്കെ വെടിപ്പായിരിക്കണം. ഇവൻ അനീതിയുടെ കൂലി കൊതിച്ചു. എന്നിട്ട് പറയാ ഭക്തന്മാര് മരിക്കുന്നത് പോലെ നടക്കത്തില്ല. 1. 2, ഇവനിങ്ങനെ മരിക്കാൻ കാര്യം ഇവനെ വിളിച്ചോണ്ട് വന്ന് ഇവനെ ഇസ്രായേൽ മക്കളെ വന്ന് ഇങ്ങനെ നോക്കി. അപ്പം ബാലാക്ക് കാശ് കൊടുത്തു. മൂപ്പന്മാരെല്ലാം നിപ്പോണ്ട്. അപ്പോൾ ബിലിയാമിനോട് പറഞ്ഞു ഇവരെ പ്രാഗി കൊല്ലണം. ബിലിയാം പറഞ്ഞു നോക്കട്ടെ, പ്രാഗ് കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. ഞാനങ്ങനെ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ നടന്നിട്ടുമുണ്ട്, നോക്കട്ടെ. ബിലിയാം മോവാബ് പർവ്വതത്തിന്റെ 3 സ്ഥാനത്ത് കയറി നിന്നു. 3 ഭാഗത്ത് കയറി നിന്ന് നോക്കി. പ്രാകാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങെങ്കിലും വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സ. വരുന്നത് മുഴുവൻ നല്ല വാക്കുകളാണ്, സുഭാഷിതം. വായിച്ചേ 23-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും 23-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും 24-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യവും വായിക്കാം. ക്രമത്താലേ വായിച്ചേ. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി. സുഭാഷിതം ചൊല്ലി. നല്ല വർത്തമാനം. സുഭാഷിതം. 23-ന്റെ 18 വായിച്ചേ. അവൻ സുഭാഷിതം ചൊല്ലി. സുഭാഷിതം ചൊല്ലി. നല്ല കാര്യങ്ങളാ. 24-ന്റെ 3 അവൻ സുഭാഷിതം ചൊല്ലി. സുഭാഷിതം ചൊല്ലി. നല്ല കാര്യം. 24-ന്റെ 15 പിന്നെ അവൻ സുഭാഷിതം ചൊല്ലി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 4 വാക്യത്തിലും സുഭാഷിതം 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 സുഭാഷിതം. സാറിരിപ്പോണ്ട്. സുഭാഷിതം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നല്ല കാര്യങ്ങളാണ്. ഇസ്രായേലിനെ കണ്ടേച്ച് പ്രാകാനാ വന്നെങ്കിൽ വായിക്കണം മുഴുവൻ സുഭാഷിതമാണ്.
അയ്യോ, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാകൾ അവരുടെ നടുവിലുണ്ട്. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിലെ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ദൈവവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. മാത്രമാണോ ഈ യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണ, കാലാംശത്തെ ആർക്ക് ഗ്രഹിക്കാം. ഇതാ അവൻ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ജലാന്തികയുള്ള വൃക്ഷങ്ങൾ പോലെ, ചന്ദന വൃക്ഷങ്ങൾ പോലെ, ഇങ്ങനെ സുഭാഷിതം സുഭാഷിതം സുഭാഷിതം. നല്ല കാര്യങ്ങളാണ്. ഈ നല്ല കാര്യം അങ്ങോട്ട് പറ. അപ്പം കാശ് കൊടുത്ത പുള്ളി പറഞ്ഞു, കാശ് തന്നത് ഇതിനെല്ലാം പ്രാകാനാ, നീ ഇവരെല്ലാം അന്ന് സാറേ പ്രാകുക, പക്ഷെ വരുന്നതല്ല. യഹോവ പ്രാകാത്തവനെ ആര് പ്രാകും? യഹോവ ശപിക്കാത്തവനെ. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പദ്ധതി കിട്ടാൽ ആര് നിനക്കെതിരെ വന്നാലും ഏക്കുകേല. ദൈവം നിന്നെ ഉയർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആര് നിനക്ക് വിരോധമായി കരുക്കൾ ഒരുക്കിയാലും ഏക്കുകേല. ദൈവം നിന്നെ ആദരിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ആയുധവും ഫലിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അനർത്ഥ ദിവസത്തിൽ നിന്നെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവം, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറക്കുന്ന ദൈവം, നിന്നെ പാറമേൽ ഉയർത്തുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ഒരായുധവും ഫലിക്കത്തില്ല. അതുകൊണ്ട് ആരിരുന്ന് പ്രാഗിയാലും നമുക്ക് കേൾക്കുകയല്ല. ഇവന് ശപിക്കാൻ വന്നതാ, പക്ഷെ മുഴുവൻ അനുഗ്രഹ വചസ. അപ്പം ബാലാക്ക് കാശ് കൊടുത്ത പുള്ളി പറഞ്ഞു, കാശ് തന്നതാ, കളി കളഞ്ഞേച്ച്. അതിന് അവൻ പറഞ്ഞു, അച്ഛാ വരുന്നത് ഇതാ വരുന്നേ. അപ്പം പുള്ളി പറഞ്ഞു, ഒന്നുകൂടെ നോക്കി. അവൻ പറഞ്ഞു, കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ചെല്ലു പറഞ്ഞു, പുള്ളി ഇനിയും കാശ് തരുമെന്ന് പറഞ്ഞു. പുള്ളി ഇനി ഇന്നാളെ ഒരാൾ പുള്ളി വീണ്ടും കാശ് വീശു വന്ന്. ഏതാ സ്ഥാനം കിട്ടാനേ കാശ്? എന്താ കണ്ണ് കാണിക്കുന്നത് ഇങ്ങനെ? അത് ഞാൻ കണ്ട് ആരെയോ കണ്ണ് കാണിക്കുന്നത് ഞാൻ കണ്ടതല്ല. പിന്നെ എനിക്ക് അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പുള്ളി ഇനിയും കാശ് ഇറക്കി വന്ന്. അപ്പം ബിലിയാമിനൊരു ആഗ്രഹം, വെള്ളമാ ചോദിച്ചു, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, ഇച്ചിരി വെള്ളമേ ചോദിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഇനിയും കാശിറക്കും, നീ ഇവരെ പ്രാഗിക്കൊല്ലണം. അപ്പൊ പറഞ്ഞു, നോക്കട്ടെന്ന് പറഞ്ഞു. പ്രാഗാൻ നോക്കിയിട്ട് ഒക്കുന്നില്ല. അപ്പൊ ഇവനൊരു പൂള് വെച്ചു. അത് പറയാനാ ഇപ്പൊ പൂള് വെച്ചത്. ഈ 4 വാക്യത്തിന് സുഭാഷിതം 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 സുഭാഷിതം. ഒന്നുകൂടെ ദൈവരാശി ഒന്ന് വായിച്ചേ, മൈക്ക് കൂടെ വായിച്ചോ. 23:7. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി. അതിന്റെ 18. അവൻ സുഭാഷിതം ചൊല്ലി. 24:3. അവൻ സുഭാഷിതം ചൊല്ലി. അതിന്റെ 15. പിന്നെയും അവൻ സുഭാഷിതം ചൊല്ലി. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ 4 വാക്യത്തിലും സുഭാഷിതം സുഭാഷിതം സുഭാഷിതം. അപ്പൊ ഈ കാശ് മേടിച്ച ഇവൻ പോകുന്ന പോക്കിനൊരു പൂള് വെച്ചു. അതെന്തുവാ? അതാ വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14 മുതലൊന്ന് വായിച്ചേ. ഇത് മറക്കാതെ കണ്ട് അത് വായിക്കണം, എന്നിട്ട് ഇതിലോട്ട് വരണം. 2:14. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ഇവ പോകുന്ന പോക്കിന് ഈ ഉപദേശം അങ്ങ് ഇറക്കി. ഒന്ന്, വിഗ്രഹാർപ്പിതം കഴിപ്പിക്കണം. ഇവരെ വിഗ്രഹാർപ്പിതം കഴിപ്പിക്കണം. 2, ദുർനടപ്പ് ആചരിക്കാൻ ഇടർച്ച ഉണ്ടാക്കിയേക്കണം. സഭയ്ക്കകത്ത് ഇവൻ ഇടർച്ച ഉണ്ടാക്കി കൊടുത്തു. വിഗ്രഹാർപ്പിതം ഡിസംബർ 25 പേരിൽ ആഘോഷിച്ചാൽ അത് വിഗ്രഹാർപ്പിതമാണ്. എന്തൊക്കെ ചുമന്ന തൊപ്പിയും വെച്ച് കൊട്ടി കേക്ക് മുറിച്ച് ചുമന്ന വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങ് ഇറങ്ങിയിരിക്കുക. അതിനൊക്കെല്ലാം ഭൂതമാണ്. ഡിസംബർ 25 വേറെ പുസ്തക പ്രമാണമൊന്നുമല്ല. അല്ല, നിമ്രോദിന്റെ ചരിത്രം എടുത്താൽ അറിയാമല്ലോ. ഇഷ്ടാർ ദേവിയും നിമ്രോദും സെമീറാമീസും ആ ചെറുക്കനും ഒക്കെ അറിയാമല്ലോ. ഞാൻ പറയണ്ടല്ലോ. സംശയം വല്ല വേണ്ട, നാളെ വരുന്ന പുള്ളി കുറച്ചുകൂടെ വിശദമായിട്ട് പറയും. വേണേ പൊന്നച്ചാനെന്ന് പറഞ്ഞിരുന്നു പരാമർശിച്ചേക്കാം. പുള്ളി നല്ല കണക്കിന് തരും. ആര് തന്നാലെന്നാ? ഏതപ്പാ കോതമംഗലം. നീ കേക്ക് മുറുക്കുക, നക്ഷത്രം തൂക്കുക, ഈ പേരിൽ ഈ നാമത്തിൽ പോയാൽ പിശാചിന്റെ പദ്ധതിയായതല്ല. നമുക്ക് എല്ലാ ദിവസവും നല്ലതാ. ഞാൻ അങ്ങോട്ട് അധികം ഒന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അമ്മ അവിടെ ഇരിക്കുമ്പോൾ എന്തോ അമ്മ എഴുന്നേറ്റ് നോക്കുന്ന കൊച്ചിനെ ആയിരിക്കും. ആ കൊച്ചിനെ അങ്ങ് കൊടുക്ക. അപ്പൊ ഒരു കാര്യം പറയാം, ഇവന്റെ ഉപദേശം എന്താ? ബിലിയാമിന്റെ ഉപദേശം ഒന്ന്, വിഗ്രഹാർപ്പിതം കഴിച്ചോളാൻ. ആവശ്യമില്ലാത്തതൊന്നും കഴിക്കാനും കുടിക്കാനും നിനക്ക് പ്രമാണമില്ല. കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. ജാതികൾ പരിഗണിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാ.
അതുകൊണ്ട് പെരുന്നാള്, വാവ്, ശബത്ത് ഈ വക സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. ആള് കുറഞ്ഞോട്ടെ, ആള് കുറഞ്ഞോട്ടെന്നേ. ഈയോടെ ഈ പെട്ടകത്തിൽ 8 എണ്ണമല്ലേ കയറിയുള്ളത്? ആള് കുറവായിരുന്നു. എണ്ണി തിട്ടമെടുത്തതിൽ 2 എണ്ണമേ അങ്ങ് ചെന്നുള്ളൂ. ആള് കുറവായിരുന്നു. ആയിരക്കണക്കിന് ജനം ഭൂമി ജീവിക്കുമ്പോൾ ഒരുത്തനെ മാത്രമേ എടുത്തോളൂ, ഗാനമൊക്കെ. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയാ, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. 11-ാം വാക്യം, ലോകവാസാനം വന്നിരിക്കുക നമുക്ക് ബുദ്ധി ഉപദേശം കൂടാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവൻ പോകുന്ന പോക്കിന് ഉപദേശം വെച്ചു. ഏതാ? വിഗ്രഹാർപ്പണം കഴിപ്പിക്കണം ഇവരെ കൊണ്ട്, ഇസ്രായേൽ മക്കളെ കൊണ്ട് വിഗ്രഹാർപ്പണം എന്ന് പറഞ്ഞാൽ വേർപാട് തകർത്താൽ ഇവരെ തകർക്കാം, വേർപാടിന് ഭംഗം വരുത്തിയാൽ ഇവരെ നമുക്ക് ഒതുക്കാം. പൂള് വെച്ച് കൊടുത്തു. അതാ ബിലിയാമിന്റെ ഉപദേശം. അപ്പൊ എങ്ങനെ ഉപദേശം ഒപ്പിച്ചത്? അത് പറയാം. വെളിപ്പാട് പുസ്തകം 2 ഇവൻ ചെയ്ത ഉപദേശത്തെ പറ്റി എഴുതിയിരിക്കുന്നത്. 1, വിഗ്രഹാർപ്പണം ഭക്ഷിക്കണം. 2, ദുർനടപ്പ് ആചരിക്കേണ്ടതിന് അവർക്ക് ഇടർച്ച. ഉപദേശം. ഈ ഉപദേശം വെച്ചത് സംഖ്യാപുസ്തകം മൊത്തം നിങ്ങൾ പഠിച്ചാൽ അവിടെ ഒന്നും കാണുന്നില്ല. 22, 23, 24 അധ്യായം മൊത്തം പഠിച്ചാൽ മുഴുവൻ സുഭാഷിതമാണ്. പക്ഷേ സൂക്ഷിച്ച് വായിച്ചാൽ ഇവന്റെ ഉപദേശം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മുമ്പേ വായിച്ച 4 വാക്യത്തിൽ സുഭാഷിതം 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 എന്നല്ലേ. ഇനി ആ 24-ാം അധ്യായത്തിന്റെ 23 സ്ഫുടമായിട്ട് വിഷയം ഗ്രഹിച്ചോണ്ടൊന്ന് വായിച്ചേ. ഗ്രഹിച്ചോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. ഒന്നുകൂടെ വായിച്ചേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. ഒന്നുകൂടെ വായിച്ചേ നന്നായിട്ട്. പിന്നെ അവൻ ഈ സുഭാഷിതം. ഈക്ക് അല്പം നീട്ട് കൊടുക്കണം. പിന്നെ അവൻ ഈ സുഭാഷിതവും കൂടെ ചൊല്ലി. മറ്റ് 4 വാക്യത്തിൽ സുഭാഷിതം 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 സുഭാഷിതം. കാശ് മേടിച്ചേച്ച് അവിടുന്ന് പോകുന്ന പോക്കിന് അവൻ പിന്നെ ഈ സുഭാഷിതം ചൊല്ലിയത്. അവൻ്റെതും കൂടെ ഇറക്കി. ആ സുഭാഷിതത്തെ പറ്റി ആ വെളിപ്പാട് 2 പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇവൻ ഈ സുഭാഷിതം അങ്ങോട്ട് ഇറക്കി വെച്ച് അടുത്ത ഡയലോഗ് എന്തുവാ പറഞ്ഞത്? വായിച്ചേ. ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആര് ജീവിച്ചിരിക്കും? എങ്ങനുണ്ട്? ഇവൻ പോകുന്ന പോക്കിന് പൂള് വെച്ചേച്ച് പറഞ്ഞു, ദുർനടപ്പുമൊക്കെ ആചരിച്ച് വിഗ്രഹാർപ്പുതമൊക്കെ തിന്നു കഴിയുമ്പം ഇവനെല്ലാം നാടൻ ഭാഷ, ഇവനെല്ലാം തൊലഞ്ഞോളും, നമ്മൾ തല്ലാനും മഴക്കിനൊന്നും പോകണ്ട. ഇതുങ്ങളെ പിടിച്ച് എല്ലാവരുടെയും കൂടെ ഇരുത്തിയാൽ മതി. ഒരു മാലയൊക്കെ ഇട്ട് 2 എന്തുവാ ഇനി പറയുന്നത്, ഇത് എന്തുവാ പൊന്നാട, ഇവരെ പിടിച്ച് പൊന്നാട അണിയിച്ച് ഇടയ്ക്ക് ആ പത്രദീപം കൊളുത്താനായിട്ട് സെൻട്രൽ പാസ്റ്റേയും കൂടെ ഒന്ന്, ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞ്, അങ്ങനെ പോകുന്ന വിദ്വാന്മാരുണ്ടെന്ന്. അല്ലെങ്കിൽ പ്രസിഡന്റിനെ, അല്ലെങ്കിൽ സൂപ്രണ്ടിനെ, ഓവർസിയറിനെ, അല്ലെങ്കിൽ പ്രസിഡന്റിനെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അവരെ ഒന്ന് വിളിച്ചാൽ മതി. ഓവർസിയറിനെയൊക്കെ ഒന്ന് വിളിച്ചാൽ മതി. ഇവർ വലിയ ഇഷ്ടമായി ഇത് വന്ന് കത്തിക്കുവോ, ആ കൊടിയൊക്കെ കൈ കൊടുത്ത് ഒരു നോട്ടുമാലയൊക്കെ. പൗലോസിൻ്റെ കടുത്ത മാലയിടാന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, നോട്ടുമാലയും വേണ്ട, ഭൂമാലയും വേണ്ട, കടലാസുമാലയും വേണ്ട. ഇന്നത്തെ പൗലോസ് ആണെങ്കിൽ നന്നായിട്ട് വിനയപ്പെട്ടേനും. പ്രൈസ് ലോർഡ് ജീസസ്. ആ ഫോട്ടോ എടുത്ത് ഷോക്കേസിൽ വലുതായിട്ട് ഫ്രെയിം ചെയ്ത് ഞാൻ കൊല്ലത്തിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ അതിൻ്റെ കൂടെ ഭൂതം ഉണ്ടെന്ന് ഓർക്കണം. ദാവീദിനോട് തിരുമേനി പറഞ്ഞു, മോനെ ഇതുകൂടെ ഇട്ടോടാ ഈ കോട്ടും സൂട്ടും ഒക്കെ. തിരുമേനി തന്നതല്ലേ എന്ന് ഓർത്ത് ദാവീദ്, പൊന്നു തിരുമേനി തന്നതല്ലേ, ഇട്ടേച്ച് പുള്ളിക്ക് ചെറുക്കന് നടക്കാൻ പോയല്ല. ദാവീദിൻ്റെ വിശേഷത അന്നേരം തന്നെ ഊരി കൊടുത്ത് തിരുമേനിയുടെ തന്നെ നമ്മളന്നേ കൊടുക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഭാഗത്ത് വെച്ചേച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇടത്തേക്ക് ഫേസ്ബുക്കിലൊക്കെ ഇടും. തിരുമേനി തന്നെ അന്നേരം വിട്ടുകളഞ്ഞു. ആവശ്യമില്ലാത്തതൊന്നും നിന്റെ കൈവശം കാണരുത്. ഇവൻ പോകുന്ന പോക്കിന് ഈ ദുരുപദേശം ഒപ്പിച്ചു കൊടുത്തു. അതിന്റെ വെളിച്ചത്തിലാണ് 25-ാം അധ്യായത്തിലെ സംഭവം. 25-ാം അധ്യായത്തിലെ ഒന്ന് വായിച്ചേ, 1-2 വാക്യം. ഇസ്രായേൽ മക്കൾ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായിട്ട് പരസംഗത്തിൽ ഏർപ്പെട്ടു. അടുത്ത വാക്യം. ദേവന്മാരുടെ ക്ഷണിച്ചു കത്ത് കൊടുത്തു. വരണേ അച്ചായ, നിങ്ങൾ കുടുംബമായിട്ട് 28 വരണേ, മാമോദിസായ്ക്ക് വരണേ, ആദ്യാന്തത്തിന് വരണേ, അടിയന്തരത്തിന് വരണേ, 40-ന് വരണേ, ഓരാണ്ടിന് വരണേ, ബർത്ത്ഡേക്ക് വരണേ, വെഡിങ് ആനിവേഴ്സറിക്ക് വരണേ, സപ്തതിക്ക് വരണേ, അപ്പച്ചന്റെ സപ്തതി, അമ്മച്ചിയുടെ ഷഷ്ടി വരണേ, ക്രിസ്മസ് കേക്ക് മുറിക്കുന്നുണ്ട് വരണേ, ഓണത്തിന് ഇലകിട്ട് തൂശനരി കിട്ട് പരിപ്പും പപ്പടോ കളിയടക്കായും പിന്നെ എന്തുവാ അടിച്ച് പെരുക്കേച്ച് വന്നിരിക്കുക. എൻ്റെ എല്ലാം ഇടപാട് തീർക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. പൊന്നച്ചായ ഇന്ന് രാത്രി ഇങ്ങനെ യോഗം അങ്ങോട്ട് പോട്ടെ, സെൻറ്ററിന്റെ യോഗമല്ലേ. ദൈവത്തിന് ഇത് വേർപാട് പറയണ്ടേ. ഇവിടെ തുള്ളിത്തീരുന്നതല്ല ജീവിതം, അങ്ങ് ചെല്ലണം. ഒരു കുഞ്ഞുങ്ങൾ പോലും പട്ടുപോകരുത്.
ഇത് സമയമൊന്നും ആയില്ല, ഒന്നും ആയില്ല, രണ്ടുപേര് നോക്കണ്ട, ഒന്നും ആയില്ല, അവിടെ ഇരിക്കേ, എവിടെ പോവുക? നിങ്ങളെക്കാൾ എല്ലാം കൂടുതൽ പോകേണ്ടത് എനിക്ക് രാത്രി ചെല്ലണം, അത് കഴിഞ്ഞ് വേറെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം, വെളുപ്പിന് നാളെ ഒരു 3-4 ശവോടക്കിന് പോകണം, അത് കഴിഞ്ഞ് നാളെ തൃശ്ശൂർ CC പാസ്റ്ററുടെ സെൻട്രൽ കൺവെൻഷന് പോകണം. അതൊക്കെ ഞാൻ ബന്ധപ്പാടിലാണ് നിൽക്കുന്നത്. അവിടെ ഇരിക്കേ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കരുത്, വേർപാടിന്റെ ഉപദേശമാണ്. ദൈവത്തെ ഭജിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന നീയും ഞാനും ശക്തമായി വേർപാട് പാലിക്കണം. ഇവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചപ്പം നോ എന്നാണോ പറഞ്ഞ? അടുത്ത വാക്യം നോക്കിയിരിക്കുക ചാപ്പാട് കിട്ടാൻ. സഭായത്തിന് വരികയല്ല, കാലിന് വേദന, പുറത്ത് വേദന, ഒരപ്പൂട്ടിന് വേദന, സ്റ്റെപ്പ് കയറാമല്ല. കല്യാണത്തിന് 30 സ്റ്റെപ്പ് മേളിൽ ചെന്ന് നല്ല പെരുക്കും. സഭയിലോട്ട് കയറാൻ 3 സ്റ്റെപ്പേ ഉള്ളൂ. അതിന് തള്ളക്ക് വയ്യ. കല്യാണത്തിന് എത്ര സ്റ്റെപ്പ് കയറി വീട്ടിൽ ചെന്ന് അതെല്ലാം നിന്ന് പെരുക്കും. ഈ കുടിക്കുന്നുണ്ടല്ലോ, എന്തുവാ ജ്യൂസ് പലത്, ഇപ്പം ഓരോരുത്തരുടെ പ്രൗഢി അനുസരിച്ചാണ്. അത് മുഴുവൻ കന്ന് വെള്ളം കുടിക്കും പോലെ നിന്ന് അങ്ങ് ഊറ്റി കൊടുക്കും. കാരണം കാശ് മുടക്കണ്ടല്ലോ. സൊളിവിലെ പണ്ട് VT ജോസഫ് അപ്പച്ചൻ പറഞ്ഞ പോലെ മാത്തന് പോത്ത് സൊളിവിലെ ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ, നിന്ന് അങ്ങ് പെരുക്കുക. പിന്നെ അവിടെ വറുത്ത് വെച്ചിരിക്കുന്ന സമൂസായും പിന്നെ എന്തുവാ ഒത്തിരി ഉണ്ടല്ലോ, എല്ലാത്തിനും ദീനോവാ. കഴിക്കുന്നതിനൊന്നും ഞാനതിരില്ല, പക്ഷേ ആരാധനയ്ക്ക് മാത്രം ഒക്കുന്നില്ല. ആരാധനയ്ക്ക് ഹോളിലോട്ട് വരാൻ 2 സ്റ്റെപ്പേ ഉള്ളത്, കയറാൻ വലിയ ആവതില്ല. പക്ഷേ വരണമെന്നുണ്ട് സ്റ്റെപ്പ്. ഒരു തള്ള പറഞ്ഞ കാര്യമായി പറഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ അവർ ചിങ്ങവനത്ത് എത്രയോ സ്റ്റെപ്പ് കയറി അവിടെ നിന്ന് നല്ല പെരുക്കുന്നത്. രണ്ടും കണ്ട ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് തീർത്ത് പറയുന്നത്. ഇതൊക്കെ സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ചില പറയും എനിക്ക് ആരാധനയ്ക്ക് അത്രയും നേരം ഇരിക്കാൻ ഒക്കത്തില്ല. ആശുപത്രി ഡോക്ടറെ കാണാൻ അവിടെ പോയി എത്ര മണിക്കൂർ ഇരിക്കും? നീ തന്നെ ചിന്തിക്കേ. ആരാധനയ്ക്ക് വന്ന് ഇച്ചിരി നേരം ഇരിക്കാൻ വയ്യ. ആശുപത്രി ചെന്നേ ഡോക്ടറെ കാണാനായിട്ട് അവിടെ വീട്ടിൽ ചെന്നോ, അല്ലെങ്കിൽ ആശുപത്രി ഇരിക്കുകയല്ലേ ചരിഞ്ഞിരുന്നു, നേരെ ഇരുന്നു, ഇടയ്ക്കൊന്ന് പൊങ്ങി, പിന്നൊന്ന് ഞരിഞ്ഞു, നീ അവിടെ നീ ഇരിക്കും. ഇനി എല്ലാം ദൈവം ഇരുത്തും. അതിലും നല്ലതാ ദൈവസന്നിധിയിലിരിക്കുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എനിക്ക് എത്ര നല്ലതാ. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കുമെന്ന. ഇന്ന് രാത്രി ദൈവപാറവിടത്തിലിരിക്കുക, തൃപ്പാരത്തിലിരിക്കുക. നിനക്ക് നിന്റെ സന്തതിക്കും നിന്റെ ശരീരത്തിനും ദൈവം ഒരുപാട് വിടുതൽ തരും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇവൻ പോകുന്ന പോക്കിന് പൂള് വെച്ചേച്ച് ഇവര് ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ച് ഇവര് പോയി നല്ല പെരുക്കും. മാത്രമാണോ? പെരുക്കിക്കോട്ടെ. അടുത്ത വാക്യം. അല്ലെന്ന് അതിന് മേളിലൊരു പദമുണ്ടെന്ന്. അതല്ലേ വിഷയം. അവിടെ ചെന്ന് ദേവന്മാരെ മണങ്ങി. മറ്റേത് കേട്ടിടാണ്ട് വിലപ്പെട്ടോ. പിന്നെ ഇനിയിപ്പം ഇത് അപ്പൊ ശ്രദ്ധിച്ചേ, ആവശ്യമില്ലാത്തതൊന്നും കാണരുത്, കൂടരുത്, പോകരുത്. ഇവർ ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു, വേർപാട് തെറ്റിച്ചു, അവിടെ ചെന്നു, കഴിച്ചു, വണങ്ങി. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? ബാധ ദൈവം അയച്ചു. ബാധ കൊണ്ട് മരിച്ചു പോയവര് 24,000. 25:9 വായിച്ചേ. 24,000. ഒരു കാര്യം കൂടെ വചനത്തിൽ നിന്ന് തെളിയിക്കാം. നിങ്ങൾ വചനം നന്നായിട്ട് ആസ്വദിക്കുന്നത് കൊണ്ട്. ഈ ബാധ വരാൻ ഒരു മുഖാന്തരം, അവിടെ ഒരു തന്നെ ഒരു മിദ്യാന്യ സ്ത്രീയുമായിട്ട് കയറി വന്ന അവന്റെ പേര് സിമ്രി. ആ പെൺകുട്ടിയുടെ പേര് ഹൊസ്ബി. അങ്ങനല്ലയോ മാമേ? വായിച്ചേ. മിദ്യാന്യ സ്ത്രീയോട് കൂടെ കൊന്ന ഇസ്രായേലിയന് സിമ്രി. അവൻ ശിമയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവാകുന്ന സാലൂവിന്റെ മകനായിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീക്ക് ഹൊസ്ബി എന്ന പേര്. അവള് ഗോത്രത്തിൽ ജനാധിപനായിരുന്ന സൂര്യന്റെ മകളായി. അപ്പൊ യവൻ സാലൂവിന്റെ മകനും ഇവള് സൂര്യന്റെ മകളും. രണ്ടുപേരും തലക്കനമുള്ളവരാ. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല. പാവപ്പെട്ടവനാ 2ാം കല്യാണം ആണെങ്കിൽ ഉടനെ പറയാം ആരും പോകരുത്, വിലക്കണം, സഭ കേട്ടരുത്, കൂടരുത്. കെട്ടിയവന്റെ ആണെ 2ഓ 3ഓ കെട്ടിക്കോടാ, ഇനിയും നിന്നെ കെട്ടിക്കാടാ. ഇതൊക്കെയാ ഇതിനകത്ത്. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. ദൈവത്തിന് ഞാൻ ഈ ഉള്ള കാര്യം പറഞ്ഞുകൊണ്ട് എന്നോട് ഇഷ്ടവുമല്ല ഒരെണ്ണത്തിന്. അതെ, എനിക്കും അതറിയാം. ഞാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല. ദൈവത്തിൻ്റെ മകത്ത് അതൊക്കെ കാര്യമാക്കാൻ പോകാൻ നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. ദൈവത്തിൻ്റെ മകത്ത് അതൊക്കെ ഒരു സൈഡിൽ കിടക്കും. എന്നെ ഏൽപ്പിച്ച കാര്യം പറയും, എനിക്ക് അവിടെ ചെന്ന് കണക്ക് കൊടുക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭുവിൻ്റെ പിള്ളേരായതുകൊണ്ട് ആരും മിണ്ടിയില്ല. മോശ വാനക്കാലം എന്ന കാര്യം ചുമ്മാ ഇരുന്ന് മോങ്ങിയിട്ട് കാര്യം വല്ലതും ഉണ്ടോ? മോശം അങ്ങനെയൊക്കെ കരയുന്ന ആൾക്കാരുണ്ട്. അന്നേരം അവളുമായിട്ട് നേരെ അകത്തോട്ട് പോവുക. വഴി അവിടെ ഒരു മിടുക്കൻ പയ്യനുണ്ടായിരുന്നു, അഹരോൻ പുരോഹിതന്റെ മകനാകുന്ന എലയാസിന്റെ മകനാകുന്ന ഫിനേഗാസ്.
അവൻ പെട്ടെന്നൊരു കുന്തമെടുത്ത് അന്തപ്പുരത്തിനകത്ത് കയറി അവനെ അവളെ കുത്തി തുളച്ചു, ഉദരം തുളയും വേണം കുത്തി കടത്തി. അടുത്ത വാക്യം, ബാധ മാറി. ബാധ കൊണ്ട് മരിച്ചു പോയവര് 24,000. ഒരു കണക്ക് ഞാൻ പറയാം, അത് പറയാനാ. നിങ്ങൾ വചനമൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നവരാ. ഒരു ദൈവദാസന്മാർ, ഞാൻ ഇന്ന് കൺവെൻഷന് സാധാരണ പറയാൻ പോലെ അല്ല പറയുന്നത്, ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ദൈവത്തിന് മഹത്വം. ബാധ കൊണ്ട് മരിച്ചു പോയവര് 24,000 പേര്. ഈ കൃത്യമലോപം ചെയ്ത ഇവൻ ഏത് ഗോത്രക്കാരനാ? ശിമിയോൻ ഗോത്രക്കാരൻ എന്ന് പറഞ്ഞാൽ ബാധ കൊണ്ട് മരിച്ചതിൽ സിംഹഭാഗവും ശിമിയോൻ ഗോത്രക്കാരാ. ശിമിയോൻ ഗോത്രക്കാരാ കൂടുതലും മരിച്ചത്. അതിനൊരു തെളിവ് സംഖ്യാ പുസ്തകം നമുക്കറിയാം, എണ്ണം എടുക്കുന്ന പുസ്തകമാണ്. അപ്പൊ ആദ്യം എണ്ണം എടുത്തപ്പോൾ ശിമിയോൻ ഗോത്രത്തിൽ 59,000 ചില്ലുവാനും ആൾക്കാരെന്നാ. 1-ാം അധ്യായത്തിന്റെ 22-ആണോ 3-ആണോ ഒന്ന് വായിച്ചേ സംഖ്യ. ശിമയോൻ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാം പ്രതി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും കണക്കുണ്ടല്ലോ മൊത്തം 59,000. ഒന്നുകൂടെ ഒരു വാക്കൂടെ മേലോട്ട് കയറ്റി വായിര്. പ്രാപ്തിയുള്ള സകല പുരുഷൻ. അല്ല, ശിമയോൻ ഗോത്രം ഒന്ന് ചേർത്ത് അങ്ങനെ ഇതൊക്കെ പറഞ്ഞു തരണോ? നോക്കി കണ്ട് വായിക്കണ്ടായോ? ശിമയോൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവര് 59,300 പേര്. ഇങ്ങോട്ട് നോക്കിയേ. തുടക്കത്തിൽ എണ്ണിയപ്പോൾ 59,300. ബാധ നടന്നത് 25-ാം അധ്യായത്തിലാ, 25-ലാ. ബാധ കഴിഞ്ഞപ്പോ എണ്ണി 26-ന്റെ ഒന്ന് വായിച്ചേ. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ ഓടിച്ചു വായിച്ചു എലിയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധപ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുക എടുക്കണം. അപ്പൊ രണ്ടാമത് എണ്ണി ബാധ കഴിഞ്ഞപ്പോ എണ്ണിയപ്പോൾ ശിമയോൻ ഗോത്രത്തിൽ എത്രയുണ്ടെന്ന് അറിയാമോ? 14-ാം വാക്യമാണോ 13-ആണോ? 14 വായിച്ചേ. ശിമയോന്യ കുടുംബങ്ങളായ ഇവർ 22,200 പേര്. കുറഞ്ഞത് കണ്ടോ? ബാധയ്ക്ക് മുന്നേ എണ്ണിയപ്പോൾ 59,000. ബാധ കഴിഞ്ഞപ്പോൾ എണ്ണിയപ്പോൾ 22,200. ബാക്കി മുഴുവൻ ശിമയോൻ ഗോത്രത്തിൽ നിന്നാ പോയത്. ഈ പൂളാണ് ബിലയ ഒപ്പിച്ചു കൊടുത്തത്. ഇത്രയും കുരുക്കും കുഞ്ഞായ്മയും ഒപ്പിച്ചു പുള്ളി പറയാ ഭക്തൻ മരിക്കുന്നത് പോലെ നടക്കുകയില്ല. ഭക്തൻ മരിക്കും പോലെ മരിക്കണേ, ഭക്തൻ ജീവിക്കും പോലെ. നമുക്കറിയാം ഭക്തന്മാർ മരിച്ചത് എങ്ങനെയാണ്. വേദപുസ്തകത്തിലുണ്ട്. ഒരു ഭക്തൻ മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിച്ചു. 49-ന്റെ 1 ഉൽപ്പത്തി വായിര്. പിള്ളേരെ എല്ലാം ഭക്തൻ വിളിച്ചു. വായിച്ചേ പെട്ടെന്ന് സമയം പോകുന്നു, നിർത്തുക. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങൾ അപ്പനാകുന്ന ഇസ്രായേലിനെ മുടിക്ക് ചെവിതരുവീൻ. പിള്ളേരെ വിളിക്കുക. മരിക്കുന്നതിന് മുന്നേ 147 വയസ്സുണ്ട്, മരിക്കാൻ പോവുക. ഓരോ പിള്ളേരെ വിളിച്ചു. രൂപേനെ 5-ാം വാക്യം 5, ശിമയോനും ലേവിയും 8, യഹൂദ 13, സെബൂലൂൻ 14, ഇസഖാർ 17, ദാന് പിന്നെ 19, ഗാദ കവർ 20, ആശേർ 21, നഫ്താലി 22, യോസേഫ് 27, ബെന്യാമിൻ. ചുരുക്കി പറഞ്ഞാൽ പിള്ളേരെ എല്ലാം പേര് ചൊല്ലി അങ്ങോട്ട് വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് ഭക്തം മരിക്കുക. പിള്ളേരെ തെറ്റിയില്ല കേട്ടോ. ശിമിയോനോട് പറയേണ്ടത് അവനോട് പറഞ്ഞു, രൂപനോട് പറയേണ്ടത് അവനോട് പറഞ്ഞു, ഇസഖാറിനോട് പറയേണ്ടത് എല്ലാം കൃത്യമാ. യോസേഫിനോട് പറഞ്ഞത് അവനോട് തന്നെ. ബോധക്കേടില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ ഭക്തം മരിച്ചേ. അല്ല, ഇളയവനോട് പറയേണ്ടത് മൂത്തവനോട് പറഞ്ഞു വെച്ചാൽ അവസാനം കൊച്ചുങ്ങൾ കിടന്ന് അങ്ങനെ ഒന്നും ഒപ്പിച്ചില്ല. എന്നിട്ട് പറഞ്ഞിട്ടോ 33-ാം വാക്യം വായിച്ചേ. എങ്ങനെയാ മരിച്ചത്? യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം കാല് കട്ടിലുമേൽ എടുത്തു വെച്ച് പ്രാണനെ വിട്ട് ഇങ്ങനെ ഭക്തൻ മരിച്ചത്. എല്ലാം വിവരിക്കുന്നില്ല. വേറൊരു ഭക്തൻ മരിച്ചത് 34-ന്റെ 1 വായിച്ചേ. അറിവുള്ള വാക്യമാ. ആവർത്തനം 34-ന്റെ 1. പെട്ടെന്ന് വായിച്ചു, സമയം പോയി, നിർത്തുക. 34-ന്റെ 1 മുതൽ വായിച്ചേ. ആവർത്തന പുസ്തകം. ഭക്തൻ എങ്ങനെയാ മരിച്ചത്? ഓടിച്ചു വായിരും. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗാ മുകളിൽ കയറി. 120 വയസ്സുണ്ട്, മേളിൽ കയറി. 120 ഉണ്ടെന്ന് മേളിൽ കയറിയെന്ന്. മേളിൽ കയറി വെച്ച് ദൈവം തമ്പുരാൻ കനാൻ നാട് കാണിച്ചു കൊടുത്തു. അപ്പൊ ആരോഗ്യമുണ്ട് കയറാൻ, നല്ല കാഴ്ചപ്പാടുമുണ്ട്. കനാനും കണ്ടു. എല്ലാം വിവരിക്കുന്നില്ല. കണ്ടേച്ച് അടുത്ത വാക്യം താഴോട്ട് വായിച്ചു വരുമ്പോൾ അങ്ങനെ യഹോവയുടെ ദാസനാകുന്ന മോശെ അവിടെ യഹോവയുടെ വചനപ്രകാരം മരിച്ചു. ഇങ്ങനെയൊക്കെ ആ ഭക്തൻ മരിക്കുന്നത്. വേറൊരു ഭക്തൻ മരിക്കുന്നതിന് മുന്നേ മോനെ വിളിച്ചു പറഞ്ഞു, മോനെ, ഭൂവാസികൾ പോയ വഴി കൂടെ ഞാൻ പോവുക,
നിനക്കറിയാത്ത 2-3 കാര്യം പറയാം. യോബാബിനെ വെറുതെ വിടരുത്. ശിമയോട് ബുദ്ധിപരമായിട്ട് ഇടപെട്ടണം, പക്ഷേ ബർസില്ലായിയുടെ മക്കളോട് ദയ കൊടുക്കണം. ആ കുഞ്ഞുങ്ങൾ നിന്റെ മേശമേന്ന് ഭക്ഷിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഭക്തന്മാർ മരിച്ചത്. എന്നാൽ ബിലിയാമിന്റെ ആഗ്രഹം നല്ലതാ, ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണം. പക്ഷെ മരിച്ചില്ല, വെട്ടുകൊണ്ട് മരിച്ചു. പ്രിയരെ, എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ഗതി വരരുത്. ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണം. അതുകൊണ്ട് ആഗ്രഹം നടന്നില്ല. ഒരു കാര്യോടെ പറഞ്ഞ് വാക്യം വായിപ്പിക്കുന്നില്ല, പറഞ്ഞു നിർത്തുക. ആഗ്രഹം നടന്നൊരു വിഷയം, നടക്കാത്ത വിഷയം പറഞ്ഞ് വിട്ടാൽ ക്ഷീണം വരും. നടന്ന വിഷയം പറയാം. മറ്റാരുമല്ല, ഹാനോക്കിന്റെ ആഗ്രഹം എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തിന്റെ മകത്ത് വിവരിക്കുന്നില്ല. ഹാനോക്ക് ദൈവത്തോട് 300 കൊല്ലം കൂടെ നടന്നു. 1-2 വർഷമല്ല, 300 കൊല്ലം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ 3 കാരണമാണ് വേദപഠിതാക്കൾ പറയുന്നത്. അത് യൂദായുടെ ലേഖനത്തിൽ 2 കാര്യം പരാമർശിച്ചു. ഒന്ന്, 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നു. ഹാനോക്കിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എനിക്ക് ആ വരവിൽ കാണണം, ഞാനും ആ ഗണത്തിൽ എണ്ണപ്പെടപ്പെടുന്നവനായിരിക്കണം. അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. മാത്രമാണോ, ദൈവത്തിന് മഹത്വം. അവൻ ഭീകരമായൊരു വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. ആ ജലപ്രളയത്തിൽ ഞാനും എൻ്റെ സന്തതിയും പെട്ടുപോകരുത്. ഒന്ന്, ഭീകരമായ ജലപ്രളയത്തിൽ അകപ്പെട്ടു പോകരുത്. 2, 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നുണ്ട്, എനിക്കും ആ കൂടെ കാണണം. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഈ 2 വിഷയമായ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. തൻ്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ നടക്കണം. ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിവർത്തിക്കും. 3, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാനുള്ളതിൻ്റെ കാരണം യഹൂദ പാരമ്പര്യം പറയുന്നത് ഹാനോക്ക് ഇങ്ങനെ നടക്കാൻ കാര്യം ആദാമിൻ്റെ കഥനകഥയാണ്. ആദാം പ്രായമായപ്പോൾ മക്കളെയും കൊച്ചുമക്കളെയും കൊച്ചുമക്കളെയൊക്കെ വിളിച്ചിരുത്തേച്ച് പറഞ്ഞെന്നാ പറയുന്നത്. കഥയാന്നേലും കാര്യമുണ്ട്. കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞു, മക്കളെ നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം കേട്ടോ. പ്രായമായി. അപ്പം പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക, കൊച്ചുമക്കളോട് നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ചോദിച്ചെന്നാ പറഞ്ഞത്, അപ്പച്ചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അപ്പച്ചൻ ദൈവത്തോട് കൂടെ നടന്നിട്ടുണ്ടോ? അന്നേരം ആദാം പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, അയ്യോ എന്തോ സുഖമായിരുന്നു, ഞങ്ങൾ ദൈവത്തോട് കൂടെ നടന്നു. എങ്ങനെ? ഞാനും വല്യമ്മച്ചിയും കൂടെ ആയിരുന്നു. ഞങ്ങൾ ഏതം തോട്ടത്തിലായിരുന്നു. വെയിലാറുമ്പം ദൈവം പുരാൻ ഇറങ്ങി വരും. ഞങ്ങൾ 3 പേരും കൂടെ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ, തോട്ടമെന്ന് പറഞ്ഞാൽ നല്ല അത് സൈബൺ സാർ കൊടുത്തിരിക്കുന്നത്, താമരത്തണ്ട് കൊത്തി തിന്നുകൊണ്ടവിടത്തിൽ സോമസുന്ദരങ്ങളായ പക്ഷങ്ങളോടും. അപ്പോൾ താമരത്തണ്ടുമൊക്കെ കവിഭാവനയാണ്. ശ്രീവിളങ്ങുന്ന തോട്ടമെന്നാ. നന്ദനം, ചൈത്രരഥം ഇത്യാദി പുരാണങ്ങൾ അതിനോടൊന്നും കിടപിടിക്കാത്തതാ. ആങ്കലയ ദ്വീപ് പോലെ, സരിതാമ്പതിയുടെ നടുവിൽ വിളങ്ങുന്നാന ഹരിതവർണ്ണമാ ആങ്കല ദ്വീപ് പോലെ. അരുണൻ തൻ്റെ കര കിരണം തപിപ്പിക്കും മരുവിൻ നടുവിലെ ശ്യാമളോദ്യാനം പോലെ. അത്ര തോട്ടത്തിലോ എന്തെല്ലാം ഫലമൂലാദികളാ. പക്ഷികൾ വൃക്ഷശാഖയിലിരുന്ന് അക്ഷിഗണമുദാരമാഗീതികൾ ഉതിർക്കുന്നു. ശിക്ഷകിൽ പാടുന്നുണ്ട് മാഗന്ധകിസലയം ഭക്ഷിച്ച് കണ്ട ശുദ്ധി വരുത്തി കളകണ്ഠം. തോട്ടത്തെ നനയ്ക്കുവാൻ ഏതനെന്നുണ്ടാം ആ നാട്ടിൽ 4 ശാഖയായിട്ടൊഴുകി ആദിശാഖയാം ഭീഷോനെന്നും കാഞ്ചനാകരങ്ങൾക്കും തുല്യമാം ഗോമേതകത്തിനുമൊക്കെ കീർത്തിപ്പെട്ടെന്ന നല്ല തോട്ടം. കേരവും ജംബീരവും ഈന്തലും കരിമ്പുളി പേരകുന്നാകരംഗമാകന്തം മാന്തുളന്തം ആമറങ്ങൾ ആമറാതകം ചെത്തിയും അത്തുഭിക്ഷം കമ്മറമാൻ ധാത്രി താലജാലങ്ങൾ വീലുക്കളും ഇതെല്ലാം തോട്ടത്തിലുണ്ട്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ ഈ തോട്ടത്തിലാണ് ഞങ്ങൾ ഒന്നിച്ച് 3 പേരും കൂടെ, ദൈവവും ഞാനും ഈ അമ്മയും. പിള്ളേരും നല്ല പിള്ളേരല്ലേ. പിള്ളേരപ്പോൾ ചോദിച്ചു, പിന്നെ ഇപ്പം ഇവിടെ വന്ന് പമ്മിയിരിക്കുന്നത്? കൊച്ചുങ്ങൾ ചോദിക്കും, പിന്നെ ഇപ്പം ഇവിടെ വന്ന് ഇങ്ങനെ വലിക്കുന്നത് തന്നെ. അന്നേരം ആദാം പറഞ്ഞെന്നാ പറയുന്നത്. പറഞ്ഞില്ല, പുള്ളി കാണിച്ചു. ഇപ്പം ഇവിടെ വന്ന് പമ്മി ഇരിക്കാൻ കാര്യം. അപ്പം ആദാം പറഞ്ഞു, എൻ്റെ മക്കളെ, അന്ന് തോട്ടത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതയില്ല, വിയർപ്പില്ല, മുള്ളും പറക്കാരേ ഇല്ല, ശാപമില്ല, മരണമില്ല, രോഗമില്ല, ഒരു പീഡകളുമില്ല. അന്ന് വെയിലാറുമ്പം ദൈവം വരും, ഞങ്ങളും കൂടെ ഒന്നിച്ച് നടക്കും. അപ്പൊ പിള്ളേർ ചോദിച്ചു, ഉപവാസമാണോ? അല്ല, ഉപവാസമോ? എന്തെല്ലാം കഴിക്കാൻ? കേരവും ജംബീരവും ഈന്തലും കരിമ്പുളി പേരകുന്നാകരകം ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക സകല ഫലമൂലാദികൾ. അപ്പൊ പിള്ളേർ ചോദിച്ചു, കുടിക്കാനോ? ഒരു നദി 4 ശാഖ കുടിക്കുന്ന വെള്ളത്തിൽ തടിക്കുക. ഒരു നല്ല വെള്ളമല്ലേ, ദൈവം ഒഴുക്കിയതല്ലേ. അപ്പൊ കുടിക്കാനുണ്ട്, കടിക്കാനുണ്ട്, ദൈവമുണ്ട്. എന്തോ സുഖമാ തോട്ടത്തിൽ. അപ്പൊ ചോദിച്ചു, പിന്നെന്നാ എൻ്റെ മുന്നു മക്കളെ, പാമ്പ് ഞാനില്ലാഞ്ഞപ്പാ ഈ തള്ളയ്ക്ക് മിസ് കോൾ അടിച്ച് 2 പേരോട് സംഭാഷിച്ച് വാട്സപ്പിനകത്ത് ചാറ്റ് ചെയ്ത്, തള്ള ചാറ്റ് ചെയ്ത്, ഊപ്പാട് വന്ന് പാമ്പും ചാറ്റ് ചെയ്ത് അവസാനം പരുവക്കേടായി. ഇവ കുറക്കമൊന്നുമില്ല. 11:45 അയാൾ ഇങ്ങനെ പാമ്പ് എന്നാ പാമ്പ് അവിടെ നിന്ന് ഉറങ്ങിയില്ലേ? പാമ്പുമായിട്ട് തള്ള കിടന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒടുവിൽ പാമ്പ്, കവിയുടെ ഭാവനയാ, ആ ഫലമുള്ള കമ്പ് കയറി പിടിച്ച് ചായച്ച് തള്ളക്കി കൊടുത്ത് തള്ള കഴിച്ച് എനിക്ക് കൊണ്ട് തന്ന് ഞാനും അങ്ങ് തിന്നു. എന്തിനേറെ നഗ്നരം നിറഞ്ഞു തോട്ടത്തിനകത്ത് ഒളിച്ച് ദൈവത്തിൻ്റെ കാലൊച്ച കേപ്പ്. എം. വി. വർഗീസ് പറഞ്ഞ സാറ്റ് കളിച്ചെന്നാ.
ആയിക്കോട്ടെ. തോട്ടത്തിലൊളിച്ച് ഒടുവിൽ അത്തിയല കൂട്ടി തുന്നി. എപ്പോഴും ഞാൻ പറയാം, അമ്മാമ്മയ്ക്ക് മിടിയും അച്ചായന് വെറുമുടയും അതൊന്നും സക്സസ് ആയില്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, സക്സസ് തെറ്റിയോ? ഇരിക്കട്ടെ ഒരു ഇംഗ്ലീഷ്, നമ്മുടെ സെൻട്രൽ കൺവെൻഷനല്ലേ, അതൊന്നും വിജയപ്രദമായില്ല. പിന്നെ എന്തോ ചെയ്യാനാ? ദൈവം തമ്പുരാനൊരു മൃഗത്തെ അറുത്ത് യാഗമൊക്കെ നടത്തിയ തോലുടിപ്പിച്ച് ഞങ്ങളെ വിട്ടു. അന്ന് മുതലാടായി കഷ്ടതയും ദുരിതോ, ഈ കണ്ണുനീരും മുറവിളിയും ദുഃഖവും ശാപവും രോഗവും പീഡകളും. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, ദൈവത്തോട് കൂടെ നടന്ന സുഖം ഞാൻ അനുഭവിച്ചതാ. ദൈവത്തിൽ നിന്ന് അകന്നതിൻ്റെ ദുഃഖവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യണം, ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തെ വിട്ട് ജീവിക്കരുത്, ദൈവത്തെ മറന്ന് ജീവിക്കരുത്, ദൈവത്തോട് പറ്റി നിൽക്കണം. കൊച്ചുമക്കൾ എല്ലാവരും ഒന്നും അംഗീകരിച്ചില്ലെങ്കിൽ ഹാനോക്ക് ഏറ്റെടുത്തു. ഹാനോക്ക് തീരുമാനിച്ചു, എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. 300 കൊല്ലം കൂടെ നടന്നു. ഓടിച്ചവസാനിപ്പിക്കുക. ഒരു സുപ്രഭാതത്തിൽ ദൈവം തമ്പുരാൻ പറഞ്ഞു, മോനെ ഹാനോക്കെ, ഓ നീ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങേണ്ട എത്ര നാളായി? 300 അപ്പച്ച. ഉടനെ ദൈവം പറഞ്ഞു, ഇനി എൻ്റെ കൂടെ ഇവിടെ നടക്കണ്ട. അയ്യോ അതന്നെ, ഞാൻ നിന്നെ അങ്ങ് കൊണ്ടുപോവുക. അവൻ നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഹാനോക്കിന്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ ഇരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഇന്ന് രാത്രി കണ്ണടച്ച് പ്രാർത്ഥിക്ക്. ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള ഈ വല്ലാത്ത ലോകത്തിൽ പ്രിയരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് അവൻ നിത്യതയിലെത്തുവാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർക്കിടയാകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തോട് അടുത്തിരിക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം നിവർത്തിച്ചു തരട്ടെ. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.